Carnot cycle problem ചെയ്തപ്പോഴത്തേക്കും from here ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന അതേ ഫോർമാറ്റിൽ തന്നെ പോയാൽ മതി, നിങ്ങളൊരു കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കണ്ട. അതായത് നമുക്ക് വർക്ക് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫറും വേണം, അതേപോലെ ഹീറ്റ് റിജക്റ്റഡും വേണം. ഓക്കെ, സോ ഈ ഒരു കാണാൻ പറ്റുന്നുണ്ടല്ലോ, സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇന്നത്തെ പ്രോബ്ലത്തിന്റെ ഒരു ചെറിയ ഡൗട്ട് പോർഷൻ ആണ് ഞാൻ പറയുന്നത്. 2 സ്റ്റുഡൻസിനെ വിളിച്ചിരുന്നു, അപ്പം അതിന്റെ ബേസ് ചെയ്താണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ 1 എന്ന് പറയുന്ന പോയിന്റ് ആണ് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത്. അതായത് ഹോട്ട് ബോഡി നമ്മൾ കൊണ്ടുവരുന്ന പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് പോയിന്റ് 1-ലാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഇതിനകത്തുള്ള വർക്കിംഗ് സബ്സ്റ്റൻസ് ഹീറ്റ് റിജക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നതാണ് 3 എന്ന് പറയുന്ന പോയിന്റ്. അവിടെയാണ് ടെമ്പറേച്ചർ ലോ ആയിട്ടുള്ള അല്ലെങ്കിൽ കോൾഡ് ബോഡി കൊണ്ടുവരുന്ന പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുന്നു, 3 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഹീറ്റ് റിജക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഹീറ്റ് സപ്ലൈ ഡ്യൂറിങ് ദ പ്രോസസ് എന്ന് പറയുന്നത് ഏതാണ്? 1 to 2 ആണ്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ഐസോതെർമലി ഹീറ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂറിങ് ദിസ് ഇക്വേഷൻ, അതായത് ദിസ് പ്രോസസ് ഐസോതെർമൽ പ്രോസസ് ഈസ് ഏത് പോയിന്റിലാണോ ഞാൻ എടുക്കുന്നത്, അതായത് 1 എന്ന് പറയുന്ന പോയിന്റാണ് എടുക്കുന്നത്, P1 V1 ln V2 by V1. അതല്ലാന്നുണ്ടെങ്കിൽ 2 എന്ന് പറയുന്ന പോയിന്റ് വരെ ഐസോതെർമലാണ്. അതുകൊണ്ട് തന്നെ P1 V1 is equal to constant എന്നുള്ള കൺസെപ്റ്റ് ആണ് നമുക്കുള്ളത് ഐസോതെർമലിന്റെ കേസിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് P2 V2 ln V2 by V1 എഴുതി കഴിഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, P2 V2 ln V2 by V1. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോതെർമലി ഹീറ്റ് ആഡ് ചെയ്യുന്നുണ്ട്, PV ഈസ് എ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് P1 V1 ഈസ് ഈക്വൽ ടു P2 V2. അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ നമുക്ക് P1 V1 ln V2 by V1 എന്ന് എഴുതാം, P2 V2 ln V2 by V1 എന്ന് എഴുതാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഉള്ള വാല്യൂസ് വെച്ചിട്ട് നമുക്ക് P1ന്റെ വാല്യൂ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 21 × 10⁵ എന്ന് പറഞ്ഞ് പ്രഷർ വാല്യൂ എഴുതി. V1 എന്ന് പറയുന്ന ഇനിഷ്യൽ വോളിയം അവർ തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ 0.3 അത് വാല്യൂ തന്നിട്ടുണ്ട്. ദെൻ V2 by V1 എന്ന് പറയുന്നത് നമുക്ക് 2 ആണ്, അത് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് സിൻസ് V2 by V1 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് എക്സ്പാൻഷൻ റേഷ്യോ ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹീറ്റ് സപ്ലൈഡ് കിട്ടി. ഇനി ഡൗട്ട് വന്നിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഹീറ്റ് റിജക്റ്റഡ് ഡ്യൂറിങ് ദ ഐസോതെർമൽ പ്രോസസ് 3 to 4 ആണ്. സോറി, 3 to 4 ആണ് നമുക്ക് ഹീറ്റ് റിജക്ട് ചെയ്യുന്ന പോയിന്റ്. അപ്പം നമ്മൾ ഇക്വേഷൻ ഏതാണ്? P3 V3 ln V4, V4 by V3 എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ നോക്കണ്ട, നമ്മൾ എന്താണോ പഠിച്ചത് അത് തന്നെ എടുത്താൽ മതി. അതായത് P3 V3 ലാർജർ വോളിയം അത് V3-ലാണ്, ലെസർ വോളിയം എന്ന് പറയുന്നത് V4 ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ ഇത് തന്നെയാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പം P3 V3 ln V3 by V4 അത് എഴുതുക. ഇവിടെ V3 by V3 V4 by V3 എന്ന് എഴുതിയിരിക്കുന്നത്, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അത് എന്തുകൊണ്ടാണെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പഠിച്ചിരിക്കുന്നത് V3 by V4 ആണ്, അത് തന്നെ എഴുതുക. ഓക്കെ, ഇനി P3 V3ക്ക് പകരം നമുക്ക് ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, P4 V4 എഴുതാൻ പറ്റും. അതേപോലെ തന്നെ P4 V4 ln V4-ന് പകരം V3 എഴുതുക. സോ ഇവിടെ V3 by V4 അതാണ് ഞാൻ പറയുന്ന ഇക്വേഷൻ. ഓക്കെ, ഇനി ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി V2 by V1 തന്നിട്ടുണ്ട്, V2 by V1 തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു V3 by V4 ആണ്. അതായത് V2 by V1 എന്ന് എത്രയാണ്? 2 ആണ്. അത് തന്നെ V3 by 4 ആണ്. അതായത് നമുക്കറിയാം കാർനോട്ട് സൈക്കിളിനകത്ത് ഐസോതെർമൽ എക്സ്പാൻഷൻ റേഷ്യോയും ഐസോതെർമൽ കംപ്രഷൻ റേഷ്യോയും സെയിം ആണ്. ഐസോതെർമൽ എക്സ്പാൻഷൻ റേഷ്യോ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഐസോതെർമൽ കംപ്രഷൻ റേഷ്യോയും സെയിം ആണ്. സോ V2 by V1 ഈസ് ഈക്വൽ ടു V3 by V4. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം എടുക്കുക. കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് V3 by V4 ആണ്. ഇനി ഇതങ്ങ് വിട്ടേക്കുക. സോറി, ദെൻ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് P3 V3 ln V4 V3 by V4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് V3 എന്ന് പറയുന്ന കേസ് വേണം, അതായത് P4 അറിയാം. ദെൻ ഈ റിലേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ P2.2 × 10⁵ എന്ന് പറയുന്നത് വാല്യൂ ഏതാണെന്ന് നോക്കാം. P4 ആണ് അവിടെ എടുത്തിരിക്കുന്നത്. അപ്പം V4 ആണ് അവിടെ സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. സോ V4ന്റെ വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ഇതിനകത്ത് ഏതെങ്കിലും രീതിയിൽ V4ന്റെ വാല്യൂ എന്ന് പറയുന്നത്
5 ഇൻറ്റു 0.3 ആണ്. അത് കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ V3യുടെ വാല്യൂ നമുക്ക് ഓൾറെഡി ഉണ്ട്, V1ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അത് V4/V1 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് 5 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതായത് അഡിയാബാറ്റിക് കംപ്രഷൻ റേഷ്യോ 5 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ V4 ഈസ് ഈക്വൽ ടു V4 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു V1 ആണ്. 5 ഇൻറ്റു V1 ആണ് എടുത്തിരിക്കുന്നത്. സോ V1 എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം 0.3 ആണ്. സോ V4ന് പകരം നമ്മൾ 5 ഇൻറ്റു V1, അതായത് 5 ഇൻറ്റു 0.3 അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഫൈവ് ഇൻറ്റു 0.3 ln നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ഏതാണ്? V3/V4. V3/V4 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഒൺലി ചേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഈ ഒരു മൈനസിന്റെ മാത്രമേ വരത്തുള്ളൂ. അതായത് നമ്മൾ പറയുന്ന രീതി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇത്രയും എന്ന് പറയുന്നത് ജൂൾസിലായിരിക്കും വരുന്നത്. അത് നിങ്ങൾ കൺവേർട്ട് ചെയ്തിട്ട് കിലോ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്ത് വരുത്തുക. അപ്പം 228.74 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും വരിക്കുന്നത്. വിത്തൗട്ട് ദിസ് മാഗ്നിറ്റ്യൂഡ്, മൈനസ് ഇല്ലാതെ ആയിരിക്കും വാല്യൂ വരിക. സോ ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയുന്നത് ഈ വാല്യൂ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ പറയുന്ന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത്, ഹീറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഹീറ്റ് റിജക്റ്റഡ് മൈനസ് വാല്യൂലേക്ക് ഇടുമ്പോൾ ഹീറ്റ് സപ്ലൈഡ് മൈനസ് എന്ന് പറയുന്ന വാല്യൂ നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ പ്രോബ്ലം തെറ്റിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ചെയ്യേണ്ട. ഞാൻ എങ്ങനെയാണോ നിങ്ങളുടെ ക്ലാസ്സിൽ ഈക്വേഷൻ യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ രീതി തന്നെ ചെയ്താൽ മതി. ഇത് ടെസ്റ്റിനകത്ത് വന്ന ഒരു ഫോർമാറ്റ് ആണ്. ഇത് ഞാൻ ക്ലാസ്സിലായിരുന്നെങ്കിൽ ഞാൻ ബോർഡിൽ ചെയ്ത് അതേ രീതിയിലേ പറയത്തുള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ln 2 എന്നേ പറയത്തുള്ളൂ, അല്ലാതെ 1/2 എന്ന് പറഞ്ഞ് വരത്തില്ല. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 228.74 കിലോ ജൂൾ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ വരുന്നത്. മനസ്സിലായോ? അതായത് ln 1/2 എന്ന് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ മൈനസ് വാല്യൂ വരുന്നത്. ln 2 ചെയ്യുമ്പോഴത്തേക്ക് 228.74 എന്ന് പറയുന്ന വാല്യൂ വരത്തുള്ളൂ. നിങ്ങൾ എത്ര പേര് ചെയ്ത് നോക്കിയെന്ന് എനിക്കറിയാം. ഞാൻ ക്ലാസ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പം വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് സപ്ലൈഡ് ഓൾറെഡി നമുക്ക് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 437. ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. സോ 437 മൈനസ് 28.7 ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇതിന്റെ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പം ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇന്നലെ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് തീർത്തത്. ഓക്കെ, അപ്പം ആ രീതിയിൽ തന്നെ ചെയ്താൽ മതി. അതായത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ എന്താണോ ആ രീതി തന്നെ. ഇപ്പോൾ P3 ln V3/V4 ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ, ഒരു നിമിഷം നോട്ട് ചെയ്യണം. PPT കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഹലോ, ഓക്കെ. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഞാനിപ്പം ഈ ഒരു ഡീസൽ സൈക്കിളും കൂടെ ഉണ്ട് നമുക്കിനി. അപ്പൊ നിങ്ങളുടെ തൽക്കാലം കാർനോട്ട് സൈക്കിളും ഉണ്ട്, അതിന്റെ പ്രോബ്ലം ഉണ്ട്. ഓട്ടോ സൈക്കിൾ ഉണ്ട്, അതിന്റെ പ്രോബ്ലം ഉണ്ട്. പിന്നെ ഞാൻ നേരെ പോകുന്നതെന്ന് പറയുന്നത് മോഡലിന്റെ സെക്കൻഡ് ഹാഫിലേക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി കൺവേർഷൻ ഡിവൈസസ് ആണ്. സോ ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സിലേക്കായിരിക്കും നമ്മൾ കയറാൻ പോകുന്നത്.
You know what is an energy conversion device? Can you give that a definition? അല്ലെങ്കിൽ എന്താണെന്ന് പറയാൻ പറ്റുമോ? എനർജി കൺവേർഷൻ ഡിവൈസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? പേര് വിളിക്കണോ ഞാൻ? സെന്റൻസ് കൊണ്ട് പിന്നെ ചെയ്യുന്ന എന്തായിരിക്കും? എനർജി കൺവേർഷൻ ഡിവൈസ് മീൻസ് എന്നാലും അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? One form of energy to another form. Transforms one form of an energy to another. Okay, so the devices which converts one form of energy into another form. So നമുക്കറിയാം ഒരുപാട് രീതിയിലുള്ള സോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ് ഇൻ ദ ഫോം ഓഫ് എനർജി. ആ ഒരു എനർജിനെ നമുക്ക് വേറെ രീതിയിലോട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഇടയിൽ ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു മീഡിയേറ്റർ ഒരു പർട്ടിക്കുലർ ഫോം ഓഫ് എനർജി റിസീവ് ചെയ്തിട്ട് വേറെ രീതിയിലുള്ള എനർജി ആയിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ ആ മീഡിയേറ്ററിന് പറയുന്ന പേരാണ് ഡിവൈസസ്, എനർജി കൺവേർഷൻ ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള എനർജീസ് ആണ്, ഏതൊക്കെ രീതിയിലുള്ള എനർജി കൺവേർഷൻസ് ആണ് വരുന്നത് നമുക്ക് ഈ ഒരു സ്ലൈഡിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. So energy conversion devices converts one form of energy into another form. Like we have thermal energy into mechanical energy. We have energy in the form of heat, that is called thermal energy, that we are converting into mechanical energy. So normally this type of devices are called heat engine. അതായത് ഹീറ്റ് എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമൽ എനർജിയെ കൺവേർട്ട് ചെയ്ത് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്ന ഡിവൈസസ് ആണ്. അതിന് എക്സാമ്പിൾസ് ആണ് IC എഞ്ചിൻസ്, സ്റ്റീം ടർബൈൻസ്, ഗ്യാസ് ടർബൈൻസ്. അപ്പം ഈ ഡിവൈസസ് എല്ലാം തന്നെ ഹീറ്റ് എഞ്ചിൻസ് ആണ്. അതായത് തെർമൽ എനർജി കൺവേർട്ട് ചെയ്ത് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്ന ഡിവൈസ് ആണ്. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം IC എഞ്ചിൻസ് ആണ്. ഓക്കെ, then we have another form of energy, hydraulic energy, that into mechanical energy. ആ കാറ്റഗറി വരുന്നതെന്ന് പറയുന്നത് ഹൈഡ്രോളിക് ടർബൈൻസ് ആണ്. ടർബൈൻസ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എസ്പെഷ്യലി ഇലക്ട്രിക്കൽ സ്റ്റുഡൻസ് നിങ്ങൾ ടർബൈൻസിനെ പറ്റിയൊക്കെ ആവശ്യം വരും, പഠിക്കേണ്ടിയും വരും. ഓക്കെ, then we have mechanical energy into hydraulic energy. മെക്കാനിക്കൽ എനർജി ഹൈഡ്രോളിക് എനർജി ആയിട്ട് മാറ്റുന്ന ഡിവൈസസിന് പറയുന്ന പേരാണ് പമ്പുകൾ. We have reciprocating pump, centrifugal pump, rotary type pumps. Okay, then we have mechanical energy into pneumatic energy. Compressor, fans and blowers comes in this category. Okay, so all these devices converts one form of energy into another form. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത് ഹീറ്റ് എൻജിൻസ് ഓർ അതിനകത്ത് വരുന്ന IC എൻജിൻസ് ആണ്. ഓക്കെ, so you know what is a heat engine? Engine transforms one form of energy into another form of energy. Engines എന്ന് പറയുന്ന one form of energy into another form of energy. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്? Heat engines converts thermal energy into mechanical energy. അല്ലേ? അപ്പം ഹീറ്റ് എൻജിൻസ് എന്താണ് ചെയ്യുന്നത്? തെർമൽ എനർജിനെ കൺവേർട്ട് ചെയ്ത് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നതാണ്. സോ എവിടെയാണ് തെർമൽ എനർജി ഫോം ചെയ്യുന്നത്? ഇനിഷ്യലി we have the fuel. ആ ഫ്യൂവലിനെ നമ്മൾ ബേൺ ചെയ്യിക്കുമ്പോൾ ആ ഫ്യൂവലിനകത്ത് നിന്ന് നമുക്ക് തെർമൽ എനർജി ഫോം ചെയ്യും. അതിനെയാണ് പിന്നെ നമ്മൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നത്. സോ ദിസ് കൺവേർഷൻ ടേക്സ് പ്ലേസ് ഇൻ 3 stages. So initially we have the chemical energy. So we are converting that chemical energy into thermal energy by burning that fuel with the presence of oxygen. Then this thermal energy is converted into mechanical energy. Okay, so conversion of chemical energy into thermal energy is taking place by means of a process called combustion. So ഇങ്ങനെ ഉള്ള ഒരു ഫ്യൂവലിനെ നമ്മൾ ബേൺ ചെയ്ത് അതിനകത്ത് നിന്നുള്ള തെർമൽ എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കമ്പസ്റ്റൻ പ്രോസസ് എന്ന് പറയുന്നത്. This is a chemical reaction between fuel and oxygen which liberates thermal energy. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. So we have the fuel, we are releasing the thermal energy from the fuel by means of combustion, and this thermal energy converts to mechanical energy. And the devices which converts this energy into this thermal energy into mechanical energy are called heat engines.
And these heat engines are classified into two types. There are two types of heat engines: internal combustion heat engines, that is called IC engines; external combustion engines, that is called EC engines. ഇതിനകത്ത് നമുക്ക് ഇതാണ് പഠിക്കാനുള്ളത്, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസ്. സോ കമ്പസ്റ്റൻ ഓഫ് ദ ഫ്യൂൽ, ഇതെങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പസ്റ്റൻ എന്ന് പറയുന്ന പ്രോസസ്സ് രണ്ടിനകത്തുണ്ട്. കമ്പസ്റ്റൻ ഓഫ് ദ ഫ്യൂൽ ആൻഡ് എയർ ഒക്കേഴ്സ് ഇൻസൈഡ് ദസ് എഞ്ചിൻ. അതായത് എഞ്ചിന്റെ ഉള്ളിൽ തന്നെയാണ് ഫ്യൂൽ ബേൺ ചെയ്യുന്നതെങ്കിൽ അതിനെ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഡീസൽ എഞ്ചിൻ ആൻഡ് പെട്രോൾ എഞ്ചിൻ. സോ ഒരു ഡീസൽ എഞ്ചിൻ എടുത്താലും പെട്രോൾ എഞ്ചിൻ എടുത്താലും അതിനകത്ത് തന്നെയാണ് അതിന്റെ ഫ്യൂൽ ബേൺ ചെയ്ത് വരുന്നത്. ഓക്കെ. എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഫ്ലൂയിഡ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിംഗ് ദ ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ ഇൻ ടു ദ എഞ്ചിൻ. എഞ്ചിൻ ഒരു സ്ഥലത്ത് റെസ്റ്റ് ആയിരിക്കും, അതിലേക്ക് വേണ്ട ഹീറ്റ് എന്ന് പറയുന്നത് വേറൊരു വർക്കിംഗ് ഫ്ലൂയിഡ് വേറൊരു സ്ഥലത്ത് നിന്ന് അബ്സോർവ് ചെയ്തുകൊണ്ടായിരിക്കും വരുന്നത്. എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ക്യാൻ യു ഗിവ് ആൻ എക്സാമ്പിൾ? ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്റ്റീം എഞ്ചിൻ, സ്റ്റീം ടർബൈൻ, ഗ്യാസ് ടർബൈൻ, സ്റ്റീം എഞ്ചിൻ. ബെസ്റ്റ് എക്സാമ്പിൾ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റീം എഞ്ചിനകത്ത് യൂസ് ചെയ്യുന്ന വർക്കിംഗ് ഫ്ലൂയിഡ് ഏതാണെന്ന് അറിയാമോ? I need your presence in the class. ഇങ്ങനെ നിങ്ങൾ സൈലന്റ് ആവണം, ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു തുടങ്ങും കേട്ടോ. സോ എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ വെച്ചാൽ വർക്കിംഗ് ഫ്ലൂയിഡ് ഈസ് യൂസ് ടു ട്രാൻസ്ഫർ ദ ഹീറ്റ് ഓഫ് കമ്പസ്റ്റൻ ഇൻ ടു ദ എഞ്ചിൻ. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു സ്റ്റീം എഞ്ചിൻ. സ്റ്റീം എഞ്ചിനകത്ത് യൂസ് ചെയ്യുന്ന വർക്കിംഗ് ഫ്ലൂയിഡ് എന്തായിരിക്കും അറിയാമോ? വാട്ടർ. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ്, നമ്മൾ കൽക്കരിയൊക്കെ ഇട്ട് അല്ലെങ്കിൽ കോളൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യും, കത്തിച്ചിട്ട് എന്ത് ചെയ്യും, ഈ വാട്ടറിനെ സ്റ്റീം ആക്കി മാറ്റും. അപ്പൊ എന്ത് ചെയ്യും, സ്റ്റീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം നമ്മുടെ അത്രയും കമ്പസ്റ്റൻ ചെയ്തതിന്റെ അത്രയും ഹീറ്റ് തന്നെ ആയിരിക്കും ഈ സ്റ്റീം അബ്സോർവ് ചെയ്ത് വെച്ചിരിക്കുക. ഈ ഹോട്ട് സ്റ്റീമാണ് നമ്മൾ എവിടെ കൊണ്ടുവരുന്നത്, എഞ്ചിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് വർക്കായിട്ട് മാറ്റുന്നത്. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് വെച്ചാൽ കമ്പസ്റ്റൻ നടക്കുന്നത് എഞ്ചിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്ക് കമ്പസ്റ്റൻ നടക്കുന്നത് പുറത്തായിരിക്കും. അവിടെ നിന്ന് ഏതെങ്കിലും വർക്കിംഗ് ഫ്ലൂയിഡ് ആ ഹീറ്റ് അബ്സോർവ് ചെയ്ത് എഞ്ചിന്റെ ഉള്ളിലേക്ക് എത്തിക്കും. അപ്പൊ തന്നെ അറിയാം നമുക്ക് കൂടുതലായിട്ട് ബൾക്കി ആയിട്ടുള്ള ഏതായിരിക്കും വരുന്നത്, എക്സ്റ്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസ് ഭയങ്കര ബൾക്കി ആയിരിക്കും. പക്ഷേ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസ് കുറച്ചുകൂടെ കോമ്പാക്ട് ആയിരിക്കും. ഓക്കെ, നൗ വി ആർ മൂവിങ് ഇൻ ടു ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസ്. Okay, this is just introduction of what is heat engine, how the heat engine operates, what the reaction takes place, or how which type of energy conversion takes place in the heat engine, and how the energy conversion takes place, in how many steps the conversion takes place, and which are the different types of heat engines based on the combustion process. We have internal combustion engines with the examples diesel engine and petrol engine. And we have external combustion engine. Examples are steam engine, steam turbine, and gas turbine. Is it okay for you? Yes, sir. Okay. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്പോട്ടിൽ ചോദിക്കാം. Internal combustion engine. So the combustion taking place inside the engine. ഇതാണ് ഞാൻ ഒരേ വട്ടം നിങ്ങൾക്ക് ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തെർമോഡൈനാമിക്സിന്റെ ഫസ്റ്റ് പാർട്ട് മുതൽ പറയുന്നുണ്ടായിരുന്നു. So can you able to see that moving picture? കാണുന്നുണ്ടല്ലോ. Okay. So internal combustion engine നമ്മൾ പറഞ്ഞു the combustion taking place inside the engine. അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് the piston. നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു സിലിണ്ടർ ഉണ്ട്, piston is moving, reciprocating inside the engine, inside the cylinder. Okay, whatever it is. Okay. ഇപ്പൊ ഇനി ഇതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ്, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു പിസ്റ്റൺ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യും. സി ഇറ്റ് വിൽ റീച്ചസ് ഓൾമോസ്റ്റ് ദിസ് മച്ച് അല്ലെ, അവിടെ മേലെ വരുന്നുള്ളൂ, ആൻഡ് റീച്ചസ് ഓൾമോസ്റ്റ് ഹിയർ അല്ലെ. Piston is reciprocating inside the cylinder. Okay, now I am moving into the components part. But ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും, അതായത് മൂവിങ് പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. ഓക്കെ, engine components. We have the cylinder, which is a cylindrically shaped container. Combustion of the fuel taking place inside the chamber.
അപ്പൊ നമുക്ക് എഞ്ചിൻ കമ്പോണൻസ് പറയുമ്പോഴത്തേക്ക് വി ആർ റെപ്രസെന്റിങ് ദിസ് ഫിഗർ ഫോർ ദ എക്സ്പ്ലനേഷൻ. അപ്പം എഞ്ചിൻ കമ്പോണൻസിന് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ വിച്ച് ആർ ദ എഞ്ചിൻ കമ്പോണൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫിഗർ വരയ്ക്കണം. അതിനുശേഷം ഓരോന്ന് മാർക്ക് ചെയ്യുക, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ദിസ് ഇസ് എ സിലിണ്ടർ. സിലിണ്ടർ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഓൾറെഡി കാണുന്ന പോലെ സിലിണ്ടറിക്കലി ഷേപ്ഡ് ആയിട്ടുള്ള സാധനമാണ്. ഇതിന്റെ രണ്ട് എൻഡും ഓപ്പൺഡ് ആയിരിക്കും. ഓക്കെ, ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പിസ്റ്റൺ മൂവ് ചെയ്യുന്ന ഈ ഇന്നർ പോയിന്റിലാണ് നമ്മൾ സിലിണ്ടർ എന്ന് പറയുന്നത്. അതാണ്ട് ഏതാണ്ട് ഇവിടെ മുതൽ ഇവിടം വരെ ആയിരിക്കും ആ സിലിണ്ടറിന്റെ പോർഷൻ എന്ന് പറയുന്നത്. ഇത്രയുമാണ് സിലിണ്ടർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ വി ഹാവ് സിലിണ്ടർ ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് പോലെ തന്നെ സിലിണ്ടർ സർഫസിൽ വരുന്നതാണ് സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്നത്. വിച്ച് ആക്ട് ആസ് എ കവർ to close the cylinder. It contains the provisions for inlet and exhaust valve, spark plug and fuel injector. സിലിണ്ടർ ഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബുക്കിനെ നിങ്ങൾ റോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇൻ ദ ഫോം ഓഫ് എ സിലിണ്ടർ. അതിന്റെ മേളിൽ നിങ്ങൾ കൈ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സിലിണ്ടർ ഹെഡ്. ഈ സിലിണ്ടർ ഹെഡിലും വരുന്ന 3 കാര്യങ്ങളാണ്: ഇൻലെറ്റ് വാൽവ്, എക്സോസ്റ്റ് വാൽവ്, ദെൻ സ്പാർക്ക് പ്ലഗ് ആൻഡ് എ ഫ്യൂൽ ഇഞ്ചക്ടർ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കാണത്തില്ല. ദാറ്റ് ഈസ് ഫ്യൂൽ സ്പാർക്ക് പ്ലഗും ഫ്യൂൽ ഇഞ്ചക്ടറും കൂടെ നമുക്ക് ഓഡൻ പിക്ചേഴ്സിനകത്തുണ്ടെങ്കിൽ ഒരുമിച്ച് കാണത്തില്ല. ഇപ്പം സ്പാർക്ക് പ്ലഗ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് എ പെട്രോൾ എഞ്ചിൻ. ഫ്യൂൽ ഇഞ്ചക്ടർ ആണ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ ഡീസൽ എഞ്ചിൻ. ഇപ്പൊ തൽക്കാലം അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ദിസ് പ്രൊവിഷൻ ഈ സിലിണ്ടർ ഹെഡിനകത്താണ്, ഈ കാണുന്ന പോയിന്റ് ആണ് സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ സിലിണ്ടർ എന്ന് പറയുന്നത് ഇത്രയുമാണ് സിലിണ്ടർ എന്ന് പറയുന്ന പോർഷൻ. ഇതാണ് സിലിണ്ടർ. ഈ കാണുന്നതാണ് സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്ന സാധനം. ഇതിനകത്ത് there is an inlet valve, there is an exhaust valve, and we have either we can have a fuel injector or a spark plug. ഓക്കെ, അപ്പം ഇതിനകത്ത് സിലിണ്ടർ ഹെഡിനകത്താണ് ഇതിന്റെയൊക്കെ പ്രൊവിഷൻ, അതായത് ഇൻലെറ്റ് വാൽവിന്റെ എക്സോസ്റ്റ് വാൽവിന്റെയും ദെൻ ഓർ സ്പാർക്ക് പ്ലഗ് ഓർ ഫ്യൂൽ ഇഞ്ചക്ടറിന്റെയും പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ we have the piston. It is a closed fitting member which reciprocates inside the engine cylinder. Main function is to transmit the force exerted by the high pressure burning gas to the next part. അപ്പം ഇതാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ this is the piston. This is reciprocating inside the cylinder and this gives a closed fit. അതായത് സിലിണ്ടർ നോക്കുകയാണെങ്കിൽ സിലിണ്ടർ ടോപ്പ് സർഫസ് നമ്മൾ സിലിണ്ടർ ഹെഡ് വെച്ച് അടച്ചു. ഈ പോർഷൻ എപ്പോഴും ഓപ്പൺ ആയിരിക്കും. ഈ ഓപ്പൺഡ് സ്പേസിനെ നമ്മൾ ക്ലോസ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? പിസ്റ്റൺ വെച്ചിട്ടാണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രഷർ ആയിട്ടുള്ള ഗ്യാസ് ഇതിനകത്ത് വരും, അത് ബേൺ ചെയ്യും. അത് ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ്, ആ ഫോഴ്സ് അടുത്ത മൂവിങ് പാർട്ടിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് പിസ്റ്റന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി റെസിപ്രോക്കേറ്റിംഗ് ഇൻസൈഡ് ദ സിലിണ്ടർ ആൻഡ് ഇറ്റ് ഗിവ്സ് എ ക്ലോസ്ഡ് ഫിറ്റ് ടു ദ cylinder and the function is to transfer the high pressure gas energy to the next components. Okay, then we have the inlet and exhaust valve. So what are the functions of these valves? These are provided in the cylinder head നേരത്തെ പറഞ്ഞു, for the admission of fresh air plus fuel mixture in the cylinder and for the rejection of the burned gas. Okay, these are provided. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എയർ എന്ന് പറയും, ഫ്രഷ് എയർ, പിന്നെ ബ്രാക്കറ്റിൽ എയർ ഫ്യൂൽ മിക്സ്ചർ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അടുത്തടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. സോ ഇൻലെറ്റ് വാൽവിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻലെറ്റ് വാൽവ് വഴിയാണ് ഫ്രഷ് എയർ അല്ലെങ്കിൽ എയർ പ്ലസ് ഫ്യൂൽ മിക്സ്ചർ ഈ സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് വരുന്നത്. ദെൻ എക്സോസ്റ്റ് വാൽവ് വഴിയാണ് ഇതിനകത്ത് ബേൺ ചെയ്യുമല്ലോ, ബേൺ ചെയ്ത ഗ്യാസ് പുറത്തേക്ക് വരുന്നത് ഈ എക്സോസ്റ്റ് വാൽവ് വഴിയാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും കമ്പോണൻസും മനസ്സിലാക്കി വേണം പോകാൻ. കാര്യം എന്നാലേ നമുക്ക് വർക്കിംഗ് പഠിക്കുമ്പോൾ ഓരോന്ന് വെച്ചിട്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സോ വി ഹാവ് ദ സിലിണ്ടർ, രണ്ടിന്റെ ഓപ്പൺ ആണ്. ടോപ്പ് സൈഡ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് സിലിണ്ടർ ഹെഡ് വെച്ചിട്ടാണ്. അതിനകത്ത് ഇൻലെറ്റ് വാൽവ് ഉണ്ട്, എക്സോസ്റ്റ് വാൽവ് ഉണ്ട്. ഐദർ വി ഹാവ് എ സ്പാർക്ക് പ്ലഗ് ഓർ എ ഫ്യൂൽ ഇഞ്ചക്ടർ രണ്ടായിരിക്കും. ദെൻ ഇൻലെറ്റ് വാൽവ് വഴിയാണ് എയറോ എയർ പ്ലസ് ഫ്യൂൽ മിക്സറോ കയറി വരുന്നത്. അത് ഇതിനകത്ത് വെച്ച് ബേൺ ചെയ്യുന്നുണ്ട്. ആ ബേൺ ചെയ്ത പ്രോഡക്റ്റ് ദാറ്റ് ഇസ് കോൾഡ് ദ ബൈ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റ് പുറത്തേക്ക് പോകുന്നത് എക്സോസ്റ്റ് വാൽവ് വഴിയാണ്. എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും ആ പ്രോഡക്റ്റ് പുറത്തു പോകുന്നത്. പിന്നെ വി ഹാവ് ദ പിസ്റ്റൺ which is reciprocating inside the cylinder and give a tight fit to the piston as closed cylinder. And function എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ബേൺ ചെയ്യുമ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ഹൈ പ്രഷർ ആയിട്ടുള്ള ഗ്യാസ് ബേൺ ചെയ്യുമ്പോൾ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സ്
അടുത്ത മൂവിങ് കമ്പോണന്റിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ പിസ്റ്റന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വി ഹാവ് കണക്ടിംഗ് റോഡ്. കണക്ടിംഗ് റോഡ് എന്ന് പറയുന്നത് വിച്ച് ഈസ് എൻ ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ പിസ്റ്റൺ ആൻഡ് ദ ക്രാങ്ക് ഷാഫ്റ്റ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ഈ പിസ്റ്റന്റെ പോയിന്റിൽ പിസ്റ്റൺ എന്ന് പറയുന്നത് റെസിപ്രോക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് മൂവ്മെന്റ് എന്ന് പറയുന്നത് റോട്ടറി ആയിട്ടാണ് വേണ്ടത്. ഈ റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെന്റ് കൺവേർട്ട് ചെയ്ത് നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് വരുന്നത് ഈ കണക്ടിംഗ് റോഡ് വഴിയാണ്. ഈ കണക്ടിംഗ് റോഡ് ആണ് ആക്ച്വലി ദാറ്റ് ഈസ് എൻ ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ ദ പിസ്റ്റൺ ആൻഡ് ദ ക്രാങ്ക് ഷാഫ്റ്റ്. ഈ ക്രാങ്ക് ഷാഫ്റ്റ് ആണ് ഇവിടെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്യുന്ന ലിങ്കിന് പറയുന്ന പേരാണ് കണക്ടിംഗ് റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, it is the element which interconnects the piston and the crank and it transforms the reciprocating motion of the piston into rotary motion. അതായത് പിസ്റ്റൺ ഇതിനകത്ത് റെസിപ്രോക്കേറ്റ് ചെയ്തേ ആ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ നമുക്ക് റോട്ടറി മോഷനായിട്ട് മാറ്റുന്നത് ഈ കണക്ടിംഗ് റോഡാണ്. കണക്ടിംഗ് റോഡ് എന്ന് പറയുന്നത് പിസ്റ്റണും ക്രാങ്കുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, then we have the stroke length. Stroke length എന്ന് പറയുന്നത് the length between TDC and BDC. അപ്പോൾ TDC and BDC എന്ന് പറയുന്ന കണ്ടീഷൻസ് വരുന്നുണ്ട്. TDC എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറയും. ടോപ്പ് ഡെഡ് സെന്റർ, ദാറ്റ് ഈസ് കോൾഡ് TDC. ഇപ്പം ഇതൊരു വെർട്ടിക്കൽ ടൈപ്പ് എഞ്ചിനാണ്. നമ്മളൊരു ആക്സിസ് എടുക്കുകയാണെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ TDC എന്ന് പറയത്തുള്ളൂ. ഈ എഞ്ചിന്റെ പൊസിഷൻ ഹൊറിസോണ്ടലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഹൊറിസോണ്ടൽ ആയിട്ടാണ് പിസ്റ്റണൊക്കെ വരുന്നതെങ്കിൽ, സിലിണ്ടർ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് IDC. ഇപ്പൊ ഇതൊരു വെർട്ടിക്കൽ ടൈപ്പ് എഞ്ചിനാണ്, അതുകൊണ്ട് അതിന് നമ്മൾ TDC എന്ന് പറയും, ടോപ്പ് ഡെഡ് സെന്റർ. BDC എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടം ഡെഡ് സെന്റർ. TDC എന്ന് വെച്ചാൽ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ ഓഫ് ദ പിസ്റ്റൺ, ബോട്ടം ഡെഡ് സെന്റർ എന്ന് വെച്ചാൽ ബോട്ടം മോസ്റ്റ് പൊസിഷൻ ഓഫ് ദ പിസ്റ്റൺ. അപ്പൊ ഇത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ പിസ്റ്റൺ മൂവ് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിസ്റ്റണ് സിലിണ്ടർ ഹെഡിലേക്ക് പോകുമ്പോൾ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നിയറസ്റ്റ് പൊസിഷൻ ഇതാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ വരച്ചിട്ടുണ്ട് ഞാൻ. അതിനെയാണ് ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പിസ്റ്റൺ സിലിണ്ടർ ഹെഡിൽ നിന്ന് മൂവ് ചെയ്ത് താഴോട്ട് പോകുമ്പോൾ അത് ഓക്യുപ്പൈ ചെയ്യുന്ന ഏറ്റവും ഫാദസ്റ്റ് പൊസിഷൻ, അതായത് സിലിണ്ടർ ഹെഡിൽ നിന്ന് ഏറ്റവും മാറി നിൽക്കുന്ന പൊസിഷൻ, അതാണ് ബോട്ടം ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ഈ പോയിന്റുകൾ? പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിസ്റ്റൺ എന്ത് ചെയ്യണം? നേരെ സിലിണ്ടർ ഹെഡിന്റെ അടുത്തോട്ട് വരും. തൊട്ടടുത്ത് വന്നിട്ട് താഴോട്ട് പോവാണ്. ആ അടുത്ത് വന്ന് നിൽക്കുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. ഏറ്റവും ഫാദസ്റ്റ് ഓക്യുപ്പൈ ചെയ്യുന്ന പൊസിഷൻ എന്ന് പറയുന്നവരാണ് എന്ത്? ബോട്ടം ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ലെങ്ത് ഉണ്ടാവുന്നുണ്ടല്ലോ, ഈ മൂവ് ചെയ്ത് പോകുന്ന ലെങ്ത്, അതിനെയാണ് സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത്. സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത്. അതേപോലെ ഒരു വട്ടം പിസ്റ്റൺ ഒരു ഡെഡ് സെന്ററിൽ നിന്ന് വേറെ ഡെഡ് സെന്ററിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ 4 സ്ട്രോക്ക് എഞ്ചിൻ, 2 സ്ട്രോക്ക് എഞ്ചിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, ഇല്ലയോ? അപ്പം സ്ട്രോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെഡ് സെന്ററിൽ നിന്ന് അടുത്ത ഡെഡ് സെന്ററിലേക്ക് മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത്. അത് ബോട്ടം ഡെഡ് സെന്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെന്ററിലേക്ക് ആവാം, അല്ലെങ്കിൽ ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെന്ററിലേക്ക് ആയിരിക്കും. അതായത് പിസ്റ്റൺ ഒരു വട്ടം ഒരു ഡെഡ് സെന്റർ മീറ്റ് ചെയ്തിട്ട് അടുത്ത ഡെഡ് സെന്ററിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഒരു സ്ട്രോക്ക് എന്ന് പറയും. അതിനെ കവർ ചെയ്യുന്ന ലെങ്തിനെയാണ് നമ്മൾ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് വെച്ച് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ സെപ്റ്റ് വോളിയം പറഞ്ഞിരുന്നു, ക്ലിയറൻസ് വോളിയം പറഞ്ഞിരുന്നു. എന്തായിരിക്കും ഇതിനകത്ത് സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്? ദ വോളിയം സ്വിഫ്റ്റ് ബൈ ദ പിസ്റ്റൺ എന്നാണ് ഞാൻ പറഞ്ഞത്. സെപ്റ്റ് വോളിയത്തിന്, അതായത് ടോപ്പ് ഡെഡ് സെന്റർ മുതൽ ബോട്ടം ഡെഡ് സെന്റർ വരെ പിസ്റ്റൺ കവർ ചെയ്തെടുക്കുന്ന വോളിയത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത് എന്താണ്? സിലിണ്ടർ ഹെഡിനും ഈ ടോപ്പ് ഡെഡ് സെന്ററിനും ഇടയിലുള്ള വോളിയത്തിനാണ് എന്ത് പറയുന്നത്? ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. ഈ ഫാക്ട്സ് മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ ഓൾറെഡി സിലിണ്ടർ എഞ്ചിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ കമ്പോണൻസിന്റെയും ഫങ്ഷൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇതിനകത്ത് വരുന്ന ഡെഡ് സെന്റേഴ്സ് രണ്ടെണ്ണം എന്താണെന്ന് പറഞ്ഞു, ടോപ്പ് ഡെഡ് സെന്റർ എന്താന്ന് പറഞ്ഞു, ബോട്ടം ഡെഡ് സെന്റർ എന്താന്ന് പറഞ്ഞു. നിങ്ങൾ ഈ IDC ODC എന്ന് വിട്ടേക്കും. ടോപ്പ് ഡെഡ് സെന്റർ, ബോട്ടം ഡെഡ് സെന്റർ എന്താന്ന് പറഞ്ഞു, അതെങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. ദെൻ എന്താണ് ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞു, സ്ട്രോക്ക് ലെങ്ത് എന്താണെന്ന് പറഞ്ഞു. ദെൻ ക്ലിയറൻസ് വോളിയം എന്താന്ന് പറഞ്ഞു, സ്വിഫ്റ്റ് വോളിയം എന്താണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സ്ട്രോക്ക് വോളിയം എന്താണെന്ന് പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഈ കമ്പോണൻസ് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. നോക്കുക, സിലിണ്ടർ എന്താന്ന് അറിയാലോ. ഇനി ഞാൻ ഓരോന്നും ഫംഗ്ഷൻ ഓരോന്നും പേര് വിളിച്ചേ പറയത്തുള്ളൂ. സിലിണ്ടർ ഹെഡ്, പിസ്റ്റൺ എന്താണെന്ന്, ഇൻലെറ്റ് ആൻഡ് എക്സോസ്റ്റ് വാൽവ്. ഇൻലെറ്റ് വാൽവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ചാർജ് അഡ്മിറ്റ് ചെയ്യുന്ന വാൽവാണ് ഇൻലെറ്റ് വാൽവ് എന്ന് പറയുന്നത്. എക്സോസ്റ്റ് വാൽവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേൺഡ് ആയിട്ടുള്ള ഗ്യാസ് എഞ്ചിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് എക്സോസ്റ്റ് വാൽവ് വഴി. ക്ലിയർ ആണല്ലോ ഈ പോയിന്റുകൾ, ഈ സ്ലൈഡ്? ദെൻ കണക്റ്റിംഗ് റോഡ് എന്താന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് ഇന്റർകണക്ടിംഗ് ദ പിസ്റ്റൺ ആൻഡ് ക്രാങ്ക്. ഫംഗ്ഷൻ എന്താണ്? റെസിപ്രോക്കേറ്റിംഗ് മോഷൻ മെയ്ഡ് ബൈ ദ പിസ്റ്റൺ ഈസ് കൺവേർട്ടിംഗ് ടു റോട്ടറി മോഷൻ. അതാണ് കണക്റ്റിംഗ് റോഡിന്റെ ഫംഗ്ഷൻ. സ്ട്രോക്ക് ലെന്ത് എന്താണെന്ന് പറഞ്ഞു, TDC എന്താണെന്ന് പറഞ്ഞു, ബോട്ടം ഡെഡ് സെന്റർ BDC എന്താണെന്ന് പറഞ്ഞു. Then we have the crank, that is the rotating member. ഇതാണ് ക്രാങ്ക് എന്ന് പറയുന്ന പോയിന്റ്, അല്ലെങ്കിൽ ക്രാങ്ക് എന്ന് പറയുന്ന ഇവിടെ ഈ കാണുന്നതാണ് ക്രാങ്ക്. ക്രാങ്ക് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റോട്ടറി മോഷൻ എഞ്ചിന് പുറത്ത് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ക്രാങ്ക്. ഇവിടെ ഈ ഒരു വയലറ്റ് കളറിലാണ് കാണുന്നത്. ഓക്കെ, ഒരു ഡൗട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് പോകാം. Okay, now we already have the terminology. Terminology of an engine. അപ്പോൾ ഇതിനകത്ത് രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. which are the engine components with the need sketch explain which are the engine components എന്നുള്ളൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരും. അതൊന്ന്. രണ്ടെന്ന് പറയുന്നത് ടെർമിനോളജി ഓഫ് എൻ എഞ്ചിൻ. ടെർമിനോളജി ഓഫ് എഞ്ചിനകത്ത് വരുന്നതാണ് ബോർ, ടോപ്പ് ഡെഡ് സെന്റർ, ബോട്ടം ഡെഡ് സെന്റർ, സ്ട്രോക്ക്, സെപ്റ്റ് വോളിയം, ക്ലിയറൻസ് വോളിയം, സിലിണ്ടർ വോളിയം, കംപ്രഷൻ റേഷ്യോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടെർമിനോളജിയിൽ വരുന്നത്. സോ ബോർ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ബോർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിണ്ടർ നേരത്തെ പറഞ്ഞല്ലോ, ആ സിലിണ്ടറിന്റെ ഡയമീറ്ററിനെയാണ് ബോർ ഡയമീറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോർ എന്ന് പറയുന്നത്. ഓക്കെ, ടോപ്പ് ഡെഡ് സെന്റർ എന്താന്ന് പറഞ്ഞു, അതായത് നമുക്ക് പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ സിലിണ്ടർ ഹെഡിനോട് ചേർന്ന് വരുന്ന പൊസിഷനെയാണ് നമ്മൾ ടോപ്പ് ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. ബോട്ടം ഡെഡ് സെന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിണ്ടർ ഹെഡിൽ നിന്ന് പിസ്റ്റൺ ഓക്യുപ്പൈ ചെയ്യുന്ന ഏറ്റവും ഫാസ്റ്റ് പൊസിഷനെയാണ് നമ്മൾ ബോട്ടം ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. ദെൻ സ്ട്രോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെഡ് സെന്റർ മുതൽ അടുത്ത ഡെഡ് സെന്റർ വരെയുള്ള പിസ്റ്റന്റെ മൂവ്മെന്റിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതിനെടുക്കുന്ന ലെങ്ത് ആണ് നമ്മൾ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത്. സെപ്റ്റ് വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വോളിയം സെപ്റ്റ് ബൈ ദ പിസ്റ്റൺ, അതായത് പിസ്റ്റൺ ഈ സിലിണ്ടറിന്റെ ഉള്ളിൽ റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ എത്ര വോളിയം കവർ ചെയ്യുന്നു അതാണ് സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. ക്ലിയറൻസ് വോളിയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിണ്ടറിന്റെ പിസ്റ്റൺ ഓക്യുപ്പൈ ചെയ്യുന്ന പൊസിഷൻ, അല്ലെങ്കിൽ സിലിണ്ടറിനകത്ത് പിസ്റ്റൺ ഓക്യുപ്പൈ ചെയ്യാത്ത പൊസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സിലിണ്ടർ ഹെഡിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് പോർഷൻ എന്താണ് ഫ്രീ ആണ്, അതിനാണ് നമ്മൾ ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. ദെൻ സിലിണ്ടർ വോളിയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം, അതിനാണ് നമ്മൾ സിലിണ്ടർ വോളിയം, അതായത് ടോട്ടൽ വോളിയത്തിനാണ് നമ്മൾ സിലിണ്ടർ വോളിയം എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് സെപ്റ്റ് വോളിയവും പിന്നെ ക്ലിയറൻസ് വോളിയം കൂടെ ചേർന്നാണ്, അതാണ് ടോട്ടൽ വോളിയം V എന്ന് പറഞ്ഞെടുക്കുന്നത്. ഓക്കെ, ദെൻ കംപ്രഷൻ റേഷ്യോ ഓൾറെഡി നമുക്ക് അറിയാം. അതെന്ന് പറയുന്നത് സെപ്റ്റ് വോളിയം ടു ക്ലിയറൻസ് വോളിയം ആണ് കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ടെർമിനോളജിയിൽ വരുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പം ഈ ആക്സിസ് എടുക്കുകയാണെങ്കിൽ ഈ എഞ്ചിനകത്ത് നമ്മൾ മൂവ്മെന്റ് പിസ്റ്റന്റെ മൂവ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെർട്ടിക്കൽ ആയിട്ടാണ് വരുന്നത്, അല്ലേ? സോ ദിസ് ഇസ് എ വെർട്ടിക്കൽ ടൈപ്പ് എഞ്ചിൻ. ഈ വെർട്ടിക്കൽ ടൈപ്പ് എഞ്ചിനകത്താണ് നമ്മൾ TDC BDC എന്ന് പറയുന്നത്. അതായത് നമ്മൾ TDC എന്ന് ഞാൻ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അർത്ഥം ആ എഞ്ചിൻ ഒരു വെർട്ടിക്കൽ ടൈപ്പ് എഞ്ചിനാണ്. ഇത് നോക്കി കഴിഞ്ഞാൽ പിസ്റ്റന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഇതിനെന്ന് പറയുന്നത് നമ്മൾ IDC എന്നാണ് മീൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് TDC. ഞാൻ ഈ സെയിം സാധനത്തിൽ തന്നെയാണ് തിരിച്ചിട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് കോൾഡ് IDC, ഇന്നർ ഡെഡ് സെന്റർ എന്ന് പറയുന്നത്. ദെൻ ദിസ് പോയിന്റ് ഈസ് കോൾഡ് ODC, ഔട്ടർ ഡെഡ് സെന്റർ. അതായത് ഞാൻ ഇന്നർ ഡെഡ് സെന്റർ IDC എന്നാണ് മീൻ ചെയ്യുന്നതെങ്കിൽ എഞ്ചിൻ ഇസ് എ ഹൊറിസോണ്ടൽ ടൈപ്പ് എഞ്ചിൻ. ODC എന്നാണ് പറയുന്നുണ്ടെങ്കിലും ഹൊറിസോണ്ടൽ ടൈപ്പ് ആണ്. ദാറ്റ് ഈസ് കോൾഡ് ഔട്ടർ ഡെഡ് സെന്റർ. ക്ലിയർ? Now we moving into the classification of engine. അടുത്ത പോയിന്റുകളാണ്. എഞ്ചിനെ നമുക്ക് ഒരു IC എഞ്ചിനെ നമുക്ക് എത്ര രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ ഇഗ്നിഷൻ സിസ്റ്റം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സിലിണ്ടർ ഹെഡിനകത്ത് ഓക്യുപ്പൈ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അതായത് ഇൻലെറ്റ് വാൽവ് ഉണ്ട്,
അതുവഴിയാണ് ഫ്രഷ് ചാർജ് അത് അകത്ത് കയറി വരുന്നത്, സിലിണ്ടറിന് ഉള്ളിലേക്ക് കയറി വരുന്നത്. Then we have the exhaust valve. എക്സോസ്റ്റ് വാൽവ് വഴിയാണ് ബേൺഡ് ആയിട്ടുള്ള ഗ്യാസ് എഞ്ചിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. പിന്നീട് വി ഹാവ് എ പ്രൊവിഷൻ ഫോർ സ്പാർക്ക് പ്ലഗ് ആൻഡ് ഇഗ്നിഷൻ ഫ്യൂൽ ഇഞ്ചക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് മീൻ ചെയ്യുന്ന വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് വരുന്ന ഗ്യാസിനെ ബേൺ ചെയ്യിക്കുന്നത്, അതിന്റെ ഫാക്ടേഴ്സ് ബേസ് ചെയ്താണ് ഈ സ്പാർക്ക് ആയിട്ടുള്ള ഒരു പ്ലഗ് ആണോ, സ്പാർക്ക് പ്ലഗ് ആണോ വേണ്ടത്, അതോ ഫ്യൂൽ ഇഞ്ചക്ടർ ആണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. ഇനി ഞാൻ ഈ ഗ്യാസിനെ ബേൺ ചെയ്യുന്നത് ഒരു സ്പാർക്ക് കൊടുത്തിട്ടാണെങ്കിൽ ദാറ്റ് എൻജിൻസ് ആർ കോൾഡ് സ്പാർക്ക് ഇഗ്നിഷൻ എൻജിൻസ്. ഇനി അങ്ങനെയല്ല, സ്പാർക്ക് കൊടുക്കാതെ അല്ലാതെ നമ്മൾ ഹൈ പ്രഷറിൽ ഞാൻ ഈ ഗ്യാസിനെ കംപ്രസ് ചെയ്ത് വരുമ്പോൾ അത് സ്വന്തമായിട്ടും കത്തുവാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കംപ്രഷൻ ഇഗ്നിഷൻ എൻജിൻ എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അതായത് എങ്ങനെയാണ് നമ്മൾ ഇഗ്നിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്താണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. വി ഹാവ് സ്പാർക്ക് ഇഗ്നിഷൻ ഇൻ വിച്ച് വി ആർ പ്രൊവൈഡിങ് എ സ്പാർക്ക് ടു ദ എൻജിൻ. Compression ignition engine, we are compressing the gas to high pressure and it is self-igniting. സ്വന്തമായിട്ട് തന്നെ അതങ്ങ് കത്തിക്കോളും. അതിനാണ് കംപ്രഷൻ ഇഗ്നിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ളതായിരിക്കും. സ്പാർക്ക് ഇഗ്നിഷൻ, നിങ്ങൾ വണ്ടിക്കകത്ത് സ്പാർക്ക് പ്ലഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, നൗ വി ഹാവ് ബേസ്ഡ് ഓൺ ദ ഫ്യൂൽ യൂസ്ഡ്. നമുക്ക് ഓൾറെഡി പെട്രോൾ എഞ്ചിൻ ഉണ്ട്, ഡീസൽ എഞ്ചിൻ ഉണ്ട്, ഗ്യാസ് എഞ്ചിൻ ഉണ്ട്. ഓക്കെ, ഇത് എങ്ങനെയാ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ വോളറ്റൈൽ നേച്ചർ അനുസരിച്ച് ഹൈലി വോളറ്റൈൽ ആണെന്നുണ്ടെങ്കിൽ, അതായത് നല്ല രീതിയിൽ വേപ്പറൈസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പെട്രോൾ എൻജിൻസ്. പെട്ടെന്ന്, അതായത് പെട്രോൾ പെട്ടെന്ന് വേപ്പറൈസ് ചെയ്ത് വരും. അതിന് യൂസ് ചെയ്യുന്ന എൻജിൻസ് ആണ് പെട്രോൾ എൻജിൻസ് എന്ന് പറയുന്നത്. ഇനി അത്ര രീതിയിൽ പെട്ടെന്ന് വേപ്പറൈസ് ചെയ്തില്ല അങ്ങനെയുള്ള എൻജിൻസ് ആണ് ലെസ് വോളറ്റൈൽ ആയിട്ടുള്ള ഫ്യൂൽ യൂസ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് ഡീസൽ എൻജിൻ. ആൻഡ് വി ഹാവ് ഗ്യാസ് എൻജിൻ. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പെട്രോൾ എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമിൽ അവൈലബിൾ ആണ്, ഡീസലും ലിക്വിഡ് ഫോമിലാണ് അവൈലബിൾ. Gas engines are obviously LPG or methane gases are used for the ignition part. So based on the fuel use, we have the petrol engine, diesel engine and gas engine. Then മൂന്നാമത്തേത് based on the working cycle. നമ്മൾ ഓൾറെഡി തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോ എഞ്ചിനും പറഞ്ഞിട്ടുണ്ട്, ഡീസൽ എഞ്ചിനും പറഞ്ഞു. ഓട്ടോ എഞ്ചിൻ എന്ന് വെച്ചാൽ എഞ്ചിൻ വർക്ക്സ് ഓൺ ഓട്ടോ സൈക്കിൾ. പെട്രോൾ എഞ്ചിനാണ് എന്തിൽ വരുന്നത്, ഓട്ടോ എഞ്ചിന്റെ കാറ്റഗറിയിൽ വരുന്നത്. Diesel engine means that the engine works on diesel cycle. Clear? ഈ മൂന്ന് കാര്യത്തിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No sir. അടുത്ത സ്ലൈഡ് പോവാം. Yes, sir. Okay. Then based on the number of strokes per cycle, എത്ര സ്ട്രോക്കിനെ ബേസ് ചെയ്ത് 4 സ്ട്രോക്ക് എഞ്ചിൻ ഉണ്ട്, 2 സ്ട്രോക്ക് എഞ്ചിൻ ഉണ്ട്. അതായത് ഒരു വർക്കിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 4 സ്ട്രോക്സ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ദാറ്റ് എൻജിൻസ് ആർ കോൾഡ് 4 സ്ട്രോക്ക് എഞ്ചിൻ. ഇനി ഒരു വർക്കിംഗ് സൈക്കിള് 2 സ്ട്രോക്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 2 സ്ട്രോക്ക് എഞ്ചിൻ എന്നാണ്. സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ഇൻ 4 സ്ട്രോക്സ് ഓഫ് പിസ്റ്റൺ, ദാറ്റ് ഈസ് കോൾഡ് 4 സ്ട്രോക്ക് എഞ്ചിൻ. സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ കംപ്ലീറ്റ്സ് ഇൻ 2 സ്ട്രോക്സ് ഓഫ് എഞ്ചിൻ. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അതായത് ഒരു എഞ്ചിൻ വർക്ക് ചെയ്യണമെങ്കിൽ, അതായത് തെർമൽ എനർജി ഞാൻ കൺവേർട്ട് ചെയ്ത് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റണമെങ്കിൽ എനിക്ക് 4 കാര്യങ്ങൾ വരണം അവിടെ. ഒന്നെന്ന് വെച്ചാൽ ഒരു കംപ്രഷൻ പ്രോസസ് ഉണ്ടായിരിക്കണം, ഒരു ഹീറ്റ് അഡിഷൻ പ്രോസസ് ഉണ്ടായിരിക്കണം, ഒരു എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം, ഒരു ഹീറ്റ് റിജക്ഷൻ ഉണ്ടായിരിക്കണം. ഈ 4 കാര്യങ്ങളും 4 സ്ട്രോക്സ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ പിസ്റ്റൺ 4 സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരണം എന്താണ്, പിസ്റ്റൺ ഒരു ഡെഡ് സെന്ററിൽ നിന്ന് അടുത്ത ഡെഡ് സെന്ററിലേക്ക് പോകുന്നതിനാണ് നമ്മൾ സ്ട്രോക്സ് എന്ന് പറയുന്നത്. അങ്ങനെ 4 വട്ടം മൂവ് ചെയ്ത് വരുമ്പോഴാണ് 4 സ്ട്രോക്സ് എന്ന് പറയുന്നത്, അല്ലെ? 4 സ്ട്രോക്സ് എടുക്കുമ്പോൾ ഒരു വർക്കിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് 4 സ്ട്രോക്ക് എഞ്ചിൻ. 2 വട്ടം മൂവ് ചെയ്ത് വരുമ്പോൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് 2 സ്ട്രോക്ക് എഞ്ചിൻ. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും. 4 സ്ട്രോക്ക് എഞ്ചിൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. 2 സ്ട്രോക്ക് എഞ്ചിൻസ് ഇല്ല, ഓട്ടോമൊബൈൽ പർപ്പസിന് വളരെയധികം റയർ ആയിട്ട് യൂസ് ചെയ്യാറുള്ളൂ. Now based on the number of cylinder we have single cylinder engine and multi cylinder engine. ഒറ്റ സിലിണ്ടർ മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എഞ്ചിൻസിനാണ് സിംഗിൾ സിലിണ്ടർ എഞ്ചിൻസ് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ സിലിണ്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന എഞ്ചിൻസിനാണ് മൾട്ടി സിലിണ്ടർ എഞ്ചിൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ബേസ്ഡ് ഓൺ ദ കൂളിംഗ് സിസ്റ്റം വി ഹാവ് എയർ കൂൾഡ് എഞ്ചിൻസ് ഉണ്ട്, ലിക്വിഡ് കൂൾഡ് എഞ്ചിൻസ് ഉണ്ട്. എയർ കൂൾഡ് ഹീറ്റ് എഞ്ചിൻസ് ഉണ്ട്, ലിക്വിഡ് കൂൾഡ് ഹീറ്റ് എഞ്ചിൻസ് ഉണ്ട്. ഏതെങ്കിലും ലിക്വിഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ കൂളിംഗ് പ്രോസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയറിക് എയർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് എയർ കൂൾഡ് എഞ്ചിൻസ് എന്ന് പറയുന്നത്. സോ ബൈക്ക് ഒക്കെ എന്ന് പറയുന്നത് 100cc ബൈക്ക്, 150cc ബൈക്സ് ഒക്കെ എന്ന് പറയുന്നത് എയർ കൂൾഡ് എഞ്ചിൻസ് ആണ്. ദെൻ ലിക്വിഡ് കൂൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും
കാറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ് കോൾഡ് ലിക്വിഡ് കൂൾഡ് എൻജിൻസ്. ക്ലിയർ? ഓയിൽ കൂൾഡ് എന്ന് പറയുന്നത് ലിക്വിഡിനകത്താണ്. അതും ലിക്വിഡ് കൂളിലാണ്. ഓയിൽ കൂളിംഗ് എന്ന് പറയുന്നത് സെപ്പറേറ്റഡ് അഡ്വാൻസ്ഡ് വേർഷൻസിലാണ് നമ്മൾ ഓയിൽ കൂൾഡ് എൻജിൻസ് പറയുന്നത്. പക്ഷെ നമ്മൾ എയർ കൂൾഡ് എൻജിൻ, ലിക്വിഡ് കൂൾഡ് എൻജിൻസ് എന്ന് പറയത്തുള്ളൂ. ഓയിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിക്വിഡ് കൂൾഡ് എൻജിൻസിന്റെ കാറ്റഗറിയിലായിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ നമുക്കിപ്പം നിങ്ങളെ ബേസിക്സിന്റെ ലെവലിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എയർ കൂൾഡ് എൻജിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് എയർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കൂൾ ചെയ്യുന്ന എൻജിൻസിനാണ് എയർ കൂൾഡ് എൻജിൻസ് എന്ന് പറയുന്നത്. ലിക്വിഡ് കൂൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വാട്ടർ മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ. കാര്യം ബേസിക്സ് ആണ്, ഫണ്ടമെന്റൽസിലാണ് പറയുന്നത്. കാര്യം നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടൊന്നും പഠിക്കുന്നില്ല ഇവിടെ, എല്ലാം ഫണ്ടമെന്റൽസ് ബേസ് ചെയ്തുള്ള സാധനങ്ങളാണ് പഠിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. ദെൻ ബേസ്ഡ് ഓൺ ദ സ്പീഡ് ഓഫ് എൻജിൻ, അതായത് ഒരു എൻജിന്റെ RPM എന്ന് പറയുന്നത് അപ് ടു 350 വരെ ആണെങ്കിൽ ആ എൻജിൻസ് എല്ലാം കാണുന്നത് ലോ സ്പീഡ് എൻജിൻസ് ആയിട്ടായിരിക്കും. അതായത് RPM is up to 350. In between 350 and 1000 RPM ആണെങ്കിൽ they are called medium speed engines, and above 1000 RPM ആണെങ്കിൽ they are called high speed engines. Based on the RPMs ആണ്. So 350 കാറ്റഗറീസിലാണ് വരുന്നത്. അണ്ടർ 350 അല്ലെങ്കിൽ അപ് ടു 350 ആണെങ്കിൽ they are low speed engines. In between അല്ലെങ്കിൽ 1000 RPM വരെയാണ് വരുന്നതെങ്കിൽ they are called medium speed engines, and above 1000 it is called high speed engines. Then based on the cylinder arrangements, vertical cylinder engines എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ axis of the cylinder is vertical. Then horizontal engines എന്ന് പറയുമ്പോൾ axis of the cylinder is horizontal. ഇൻലൈൻ എൻജിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻജിൻസ് എല്ലാം എന്ന് പറയുന്നത് ഒരു ആക്സിസ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള എല്ലാ എൻജിൻസിനെയും നമുക്ക് ഇൻലൈൻ എൻജിൻസ് എന്ന് പറയും. അത് ഇങ്ങനെയും വരാം, അതല്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് വെർട്ടിക്കലായിട്ട് വരച്ചിട്ട് ഒരു മൾട്ടിപ്പിൾ സിലിണ്ടർ എൻജിൻസ് ആണ്. അത് ഒന്നിൽ കൂടുതൽ എൻജിൻസ് സിലിണ്ടേഴ്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് ഇൻലൈൻ എൻജിൻസ് എന്ന് പറയുന്നത്. ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു കോമൺ ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടായിരിക്കും. ഇതാണ് ഇൻലൈൻ എൻജിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇൻലൈൻ എൻജിൻസ് എന്ന് പറയുന്നത്. ദെൻ വി എൻജിൻസ് എന്ന് പറഞ്ഞാൽ ഇത് മൂന്ന് പറയുന്നത് മൾട്ടി സിലിണ്ടർ എൻജിൻസ് ആണ്. ഇൻലൈൻ എൻജിൻ, വി എൻജിൻ ആൻഡ് റേഡിയൽ എൻജിൻ എന്ന് പറയുന്നത്. വി എൻജിൻ എന്ന് പറയുന്നത് രണ്ട് എൻജിൻസ് ഉണ്ടായിരിക്കും, സിലിണ്ടർ ഉണ്ടായിരിക്കും. അതിന്റെ അറേഞ്ച്മെന്റ് നോക്കി കഴിഞ്ഞാൽ ഒരു വി ഷേപ്പിലായിരിക്കും വരുന്നത്. നിങ്ങൾ മിക്ക എൻജിൻസ് നോക്കി കഴിഞ്ഞാൽ മൾട്ടി സിലിണ്ടർ എൻജിൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വി ടൈപ്പ് ആയിരിക്കും എൻജിൻസ് കാണുന്നത്. ബൈക്സിനകത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്ന എൻജിൻസ് പ്ലേസ് ചെയ്തിരിക്കുന്നത് മൾട്ടി സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് വി ടൈപ്പ് ആയിരിക്കും. ദാറ്റ് കോൾഡ് വി എൻജിൻസ്. ഓക്കെ, റേഡിയൽ എൻജിൻസ് എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ എൻജിൻസ് ഉണ്ടായിരിക്കും. എല്ലാം ഇതേ രീതിയിൽ അറേഞ്ച്മെന്റ് പോയിരിക്കും. അറേഞ്ച്മെന്റ് ഒരു കോമൺ ക്രാങ്ക് ഷാഫ്റ്റ് ആണ്, അതിലേക്കായിരിക്കും എല്ലാം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, തൽക്കാലം നിങ്ങൾ ഡ്രോയിങ്സ് ഒന്നും കൊടുക്കണ്ട, ഈ ഒരു കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഡ്രോയിങ്സ് ഇവിടെ ആഡ് ചെയ്യാത്തത്. ക്ലിയർ ആയോ? So based on the classification of ICE engines and based on the ignition system, based on the fuel used, based on the working cycle, based on the number of strokes, the number of cylinders, cooling system, then speed of the engine and cylinder arrangement. Clear? Yes, sir. Okay. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4-stroke എഞ്ചിന്റെ വർക്കിംഗ് പഠിക്കാം. എങ്ങനെയാണ് 4-stroke എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് എപ്പോഴും എസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് ഏതൊക്കെ കാര്യങ്ങളാണ്, ഒരു 4 ടൈപ്പ് എഞ്ചിന്റെ വർക്കിംഗ് ആണ് പഠിക്കുന്നത്. എന്ന് പറയാൻ 4-stroke എഞ്ചിൻ ഡീസൽ സൈക്കിളും പഠിക്കണം, പെട്രോൾ എഞ്ചിനും പഠിക്കണം. അതേപോലെ 2-strokeന്റെ ഡീസലും പഠിക്കണം, പെട്രോളും പഠിക്കണം. ഓക്കെ, ഇതിൽ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി പഠിക്കാനും എളുപ്പമാണ്. എല്ലാ കാര്യങ്ങളും ഒരേ രീതിയിൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, 4-stroke എഞ്ചിൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്? ക്ലാസിഫിക്കേഷനകത്ത് വാട്ട് ഈസ് എ 4-stroke എഞ്ചിൻ? The working cycle completes in how many strokes? 4 strokes. 4 strokes. So 4 strokes ലാണ് എന്ത് ചെയ്യുന്നത്? വർക്കിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ
So this way it is represented. 4-stroke engine. So one cycle of operation completed in 4-stroke of the piston, that is 2 revolution of the crank. ഇവിടെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു സ്ട്രോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ നോക്കിയാൽ ഞാൻ ആ ഫിഗർ കാണിച്ചു തരാം. വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സ്ട്രോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഡെഡ് സെന്ററിൽ നിന്ന് അടുത്ത ഡെഡ് സെന്ററിലേക്കുള്ള പിസ്റ്റന്റെ മൂവ്മെന്റ് ആണ്. ആ സമയത്ത് ഇവിടെ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതായത് ഒരു സ്ട്രോക്ക് എടുക്കുന്ന സമയം മേളിൽ നിന്ന് താഴെ വരുമ്പോഴത്തേക്ക് ക്രാങ്ക് 180 റൊട്ടേറ്റ് ചെയ്തോളൂ. അടുത്തതിനാണ് അടുത്ത റൊട്ടേഷൻ പറയുന്നത്. അപ്പം ഒരു റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 പകുതി വന്നു, അടുത്ത 180 വരുമ്പോഴത്തേക്ക് 360 കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ എത്ര സ്ട്രോക്ക് വരുന്നുണ്ട്? അതായത് ഒരു റെവല്യൂഷനകത്ത് എത്ര സ്ട്രോക്ക് വരുന്നുണ്ട് എഞ്ചിനകത്ത്? Now I need your answers. ഒരു സ്ട്രോക്കില് ക്രാങ്ക് എത്ര ആംഗിൾ എടുക്കുന്നുണ്ടെന്ന് പറയാമോ? വൺ 180 എടുക്കുന്നുണ്ട് അല്ലെ? അതായത് പകുതി റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അടുത്ത പകുതി റൊട്ടേഷനിലാണ് എന്ത് സംഭവിക്കുന്നത്? അടുത്ത സ്ട്രോക്ക് തരുന്നത്. അതായത് ഒരു സ്ട്രോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ പകുതി, അടുത്ത സ്ട്രോക്കിലാണ് രണ്ടാമത്തെ പകുതി തരുന്നത് വെച്ചാൽ ഒരു റെവല്യൂഷനായി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 4 സ്ട്രോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര റെവല്യൂഷൻ ആണ് ക്രാങ്കിന്റെ? 2 റെവല്യൂഷൻ. അതാണ് ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത്. 4-സ്ട്രോക്ക് എഞ്ചിനകത്ത് 4 സ്ട്രോക്സിലാണ് വർക്കിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ 2 റെവല്യൂഷൻ ഓഫ് ദ ക്രാങ്ക് ഷാഫ്റ്റ്. അപ്പൊ ഇത് രണ്ടാ ചോദിക്കും. ഒന്നെങ്കിൽ അവർ ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വിത്ത് നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ 4-സ്ട്രോക്ക് എഞ്ചിൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വിത്ത് നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ എഞ്ചിൻ വിച്ച് വർക്ക്സ് ഓൺ 2 റെവല്യൂഷൻ ഓഫ് ദ ക്രാങ്ക് ഷാഫ്റ്റ്. ഇങ്ങനെ ചോദിക്കാം, ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഇനി ഇതിനകത്ത് 4 സ്ട്രോക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ സ്ട്രോക്സിനും പേരുണ്ട്. ആദ്യത്തെ സ്ട്രോക്കിന്റെ പേരാണ് സക്ഷൻ സ്ട്രോക്ക്, രണ്ടാമത്തെ സ്ട്രോക്കിന്റെ പേരാണ് കംപ്രഷൻ സ്ട്രോക്ക്, മൂന്നാമത്തെ സ്ട്രോക്കിന്റെ പേരാണ് എക്സ്പാൻഷൻ ഓർ വർക്കിംഗ് സ്ട്രോക്ക്, നാലാമത്തെ സ്ട്രോക്കിന്റെ പേരാണ് എക്സോസ്റ്റ് സ്ട്രോക്ക്. നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 സ്ട്രോക്കും എന്താണെന്നും ഈ 4 സ്ട്രോക്സിനകത്തും കൂടെ എന്താണ് സംഭവിക്കുന്നതാണ്. ഈ 4 സ്ട്രോക്സും പറഞ്ഞു തരുമ്പോഴത്തേക്ക് എഞ്ചിന്റെ വർക്കിംഗ് തീരും. ഓക്കെ, അപ്പം 4-സ്ട്രോക്ക് എഞ്ചിൻസ് രണ്ടിലുണ്ട്. 4-സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനും ഉണ്ട്, 4-സ്ട്രോക്ക് ഡീസൽ എഞ്ചിനും ഉണ്ട്. ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത് 4-സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനാണ്. ഓക്കെ, അപ്പം ഇത് ഓർത്ത് വെച്ചേക്കുക. 4 സ്ട്രോക്സ് എന്ന് പറയുന്നതൊക്കെയാണ്. ആദ്യത്തെ സ്ട്രോക്ക്, ഇതെല്ലാം ഓർഡറിൽ തന്നെ വരെയും വേണം. ആദ്യത്തെ സ്ട്രോക്കിന്റെ പേര് സക്ഷൻ സ്ട്രോക്ക്. അതിനകത്ത് തന്നെ പേര് തന്നെ ഉണ്ട്, സംതിങ് ഈസ് സക്കിങ് ഇൻ ടു ദ സിലിണ്ടർ. അതിനാണ് സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ കംപ്രഷൻ സ്ട്രോക്ക് ആണ്. ആ സക്ക് ചെയ്ത സാധനത്തിന് നമ്മൾ കംപ്രസ് ചെയ്യുന്ന സ്ട്രോക്കാണ് കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ദെൻ എക്സ്പാൻഷൻ ഓഫ് ദ വർക്കിംഗ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആഡ് ചെയ്തതിനു ശേഷം ഈ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്ത് വരുന്ന സ്ട്രോക്കിനെയാണ് നമ്മൾ എക്സ്പാൻഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ആ സമയത്ത് തന്നെയാണ് നമുക്ക് വർക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ദെൻ എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കിട്ടിയ ബേൺഡ് ഗ്യാസിനെ നമ്മൾ പുറത്ത് കളയുന്ന സ്ട്രോക്കാണ് എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? ഫ്രഷ് ചാർജ് എടുക്കും. അതാണ് സക്ഷൻ സ്ട്രോക്ക്. വീണ്ടും ഇവിടെ കംപ്രഷൻ സ്ട്രോക്കിൽ വരും, ദെൻ എക്സ്പാൻഷൻ ഓഫ് വർക്കിംഗ് സ്ട്രോക്ക് വരും, ദെൻ എക്സോസ്റ്റ് സ്ട്രോക്ക്, വീണ്ടും തിരിച്ചു പോകും. ഇങ്ങനെയാണ് നമ്മൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, working a 4-stroke engine, we have the suction stroke, compression stroke, expansion stroke and exhaust stroke. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ സിലിണ്ടർ വരയ്ക്കും. ഇതിനകത്ത് 2 എണ്ണം വരച്ചാൽ മതി. ഈ 2 ഫിഗർ നിങ്ങൾ വരച്ച്, ഈ 2 ഫിഗർ വരച്ചിരിക്കുന്ന അതേപോലെ തന്നെയാണ് അടുത്തതിന്റെ പൊസിഷൻസ് വന്നിരിക്കുന്നത്. ശരിയല്ലേ? ചേഞ്ച് എന്തിനാണെന്ന് പറയാമോ? ഈ 2 എണ്ണത്തിന്റെ മിറർ ഇമേജ് ആയിട്ടാണ് ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ ഡ്രോയിങ് 2 എണ്ണം വരച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിലിണ്ടർ വരച്ചു, പിസ്റ്റൺ വരച്ചു, ദെൻ കണക്ടിംഗ് റോഡ് വരച്ചു, ക്രാങ്ക് ഷാഫ്റ്റ് വരച്ചു. ഇത്രയും വരച്ചു വെച്ചു. ദെൻ ഹിയർ സിലിണ്ടർ ഹെഡ് വരച്ചു. സിലിണ്ടർ ഹെഡിനകത്ത് 2 വാൽവ് ഉണ്ട്. 1 എന്ന് പറയുന്നത് ഇൻലെറ്റ് വാൽവ്, 2 എന്ന് പറയുന്നത് എക്സോസ്റ്റ് വാൽവ്, ആൻഡ് 3 എന്ന് പറയുന്നത് ഇതൊന്നെങ്കിൽ ഒരു സ്പാർക്ക് പ്ലഗ് ആയിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഫ്യൂൽ ഇഞ്ചക്ടർ ആയിരിക്കും. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് ഈ 3 എന്ന് പറയുന്നത് എന്താണ്? സ്പാർക്ക് പ്ലഗ് ആണ്.
ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഓരോ സ്ട്രോക്കുകൾ, ഏതൊക്കെയാണ് സ്ട്രോക്കുകൾ? സക്ഷൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, 3 വർക്കിംഗ് സ്ട്രോക്ക് അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രോക്ക്, 4 എന്ന് പറയുന്നത് എക്സസ് സ്ട്രോക്ക്. അപ്പോൾ ഓരോ സ്ട്രോക്കുകൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഓരോ വാൽവിന്റെ പൊസിഷൻസ്, പിസ്റ്റണിന്റെ മൂവ്മെന്റ്, ഇത് രണ്ടുമാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് വാൽവ് ഓപ്പൺ ആണ്? ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആണ്. വാട്ട് ദ പൊസിഷൻ ഓഫ് ദ എക്സോസ്റ്റ് വാൽവ്? ക്ലോസ്ഡ്. അപ്പൊ ആദ്യം അത് തന്നെ പറയാം. സോ ഡ്യൂറിംഗ് ദ സക്ഷൻ സ്ട്രോക്ക് ഇൻലെറ്റ് വാൽവ് is get open and the exhaust valve remain closed. Okay, then what is the movement of the piston? നമുക്കറിയാം ഇതെന്ന് പറയുന്നത് ടോപ്പ് ഡെഡ് സെന്റർ ആണ്, ഇതെന്ന് പറയുന്നത് ബോട്ടം ഡെഡ് സെന്റർ ആണ്. സോ ദ മൂവ്മെന്റ് ഓഫ് ദ പിസ്റ്റൺ ഫ്രം ടോപ്പ് ഡെഡ് സെന്റർ ടു ബോട്ടം ഡെഡ് സെന്റർ, താഴോട്ടാണ് വരുന്നത് അല്ലേ? അപ്പൊ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് എങ്ങനെ പറയാം? So during the suction stroke, piston moves from top dead center to bottom dead center. As a result, what happens? ഇതിനകത്ത് എന്ത് ചെയ്യും? ഒരു വാക്യൂം ഫോം ചെയ്യും അല്ലേ? ഇതിനകത്ത് ഒരു വാക്യൂം ഫോം ചെയ്യും. നമുക്കറിയാം ഒരു സാധനത്തിന് നമ്മൾ സിറിഞ്ച് എടുത്ത് പുറത്തോട്ട് വലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അകത്ത് വാക്യൂം പ്രഷർ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പുറത്തുനിന്നുള്ള സാധനം അകത്തോട്ട് കയറി വരുന്നത്. അതിന്റെ കൂടെ തന്നെ വാൽവിന്റെ പൊസിഷൻ പറയും എന്താണ്? സെക്ഷൻ വാൽവ് ഇറ്റ് ജസ്റ്റ് ഓപ്പൺ, അല്ലെങ്കിൽ ഇന്നറ്റ് വാൽവ് ഇസ് ഗെറ്റ് ഓപ്പൺ ആൻഡ് എക്സോസ്റ്റ് വാൽവ് റിമെയിൻസ് ക്ലോസ്ഡ്. ഇത്രയും പറഞ്ഞൂടെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പറഞ്ഞതിന് ശേഷം അടുത്ത പറയാൻ പറയുന്നത് പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് ഓർത്ത് വെച്ചേക്കുക, ചാർജ് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് എന്ന് പറയുന്നത് ചാർജ് എന്ന് പറയുന്നത് എയർ പ്ലസ് ഫ്യൂവൽ, ഇതാണ് ചാർജ് എന്ന് പറയുന്നത്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എയറും ഫ്യൂവലും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യും? ഈ സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് കയറി വരും. ഏത് വഴി? ഈ സെക്ഷൻ വാൽവ് വഴി, അല്ലെങ്കിൽ ഇൻലെറ്റ് വാൽവ് വഴി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെക്ഷൻ സ്ട്രോക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ്? ആദ്യം പിസ്റ്റന്റെ മൂവ്മെന്റ്, വാൽവിന്റെ പൊസിഷൻസ്, സിലിണ്ടറിന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു. ഓക്കെ, 3 കാര്യങ്ങൾ. സോ സെക്ഷൻ സ്ട്രോക്ക് മീൻസ് ദാറ്റ് ദ പിസ്റ്റൺ മൂവ്സ് ഫ്രം ടോപ്പ് ഡെഡ് സെന്റർ ടു ബോട്ടം ഡെഡ് സെന്റർ, ഇൻലെറ്റ് വാൽവ് is get open and exhaust valve remain closed. So what is happening inside the cylinder? Fresh air charge, air plus fuel mixture is introduced into the cylinder through the inlet valve. Clear ആയോ? ക്ലിയർ ആണല്ലോ ഇത്രയും പോയിന്റ്? Now I am explaining the compression stroke. So before ending the bottom dead center, അതായത് ഈ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്ത് ബോട്ടം ഡെഡ് സെന്ററിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻലെറ്റ് വാൽവ് അങ്ങ് ക്ലോസ് ആവും. അതാണ് ഈ പൊസിഷൻ. ഓക്കെ, ദെൻ എക്സോസ്റ്റ് വാൽവും ക്ലോസ്ഡ് ആണ്. പിസ്റ്റന്റെ മൂവ്മെന്റ് ഫ്രം BDC to TDC. അപ്പം എങ്ങനെ പറയുന്നത്? സോ ഡ്യൂറിംഗ് ദ കംപ്രഷൻ സ്ട്രോക്ക് ബോത്ത് എക്സോസ്റ്റ് വാൽവ് ആൻഡ് ഇൻലെറ്റ് വാൽവ് get closed. Piston moves from bottom dead center to top dead center. So what is happening? ഇതിനകത്ത് എന്താ ഉള്ള? എയർ പ്ലസ് ഫ്യൂൽ മിക്സ്ചർ. ഇറ്റ് ഈസ് ബീങ് ഗെറ്റ് കംപ്രസ്ഡ്. ശരിയല്ലേ? അപ്പൊ ഇതിനകത്തുള്ള ആ ചാർജിനെ കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ പ്രഷർ കൂടാൻ തുടങ്ങും. സോ പ്രഷർ കൂടി ആ ഒരു പർട്ടിക്കുലർ പോയിന്റ്, അതായത് ബോട്ടം ഡെഡ് സെന്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെന്ററിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് പിസ്റ്റൺ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ഇവിടെ സ്പാർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഇതാണ് സ്പാർക്ക് പ്ലഗ് വിൽ പ്രൊവൈഡ് ദ സ്പാർക്ക് ടു ദിസ് കംപ്രസ്ഡ് ചാർജ്. അതെന്ത് ചെയ്യും? ബേൺ ചെയ്യും. സോ ഹിയർ ദിസ് ഇസ് എ ഹീറ്റ് അഡിഷൻ പ്രോസസ് ടേക്സ് പ്ലേസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കംപ്രഷൻ സ്ട്രോക്കിൽ പറയുന്നത്. ഒന്നും കൂടെ പറയാം. ആദ്യം പിസ്റ്റന്റെ മൂവ്മെന്റ്. Piston moves from bottom dead center to top dead center. The valve, both valve remains closed. The fresh air plus fuel mixture is get compressed, and when it reaches to the top dead center, the spark will provide to the air plus fuel mixture, and the combustion process takes place. Clear? രണ്ടാമത്തെ കാര്യം കംപ്ലീറ്റ്. അതായത് സെക്ഷൻ കഴിഞ്ഞു, കംപ്രഷൻ കഴിഞ്ഞു. ഇനി എന്താണ്? വർക്കാണ്, എക്സ്പാൻഷൻ സ്ട്രോക്ക് ആണ്. പിസ്റ്റൺ മൂവ്സ് ഫ്രം ടോപ്പ് ഡെഡ് സെന്റർ ടു ബോട്ടം ഡെഡ് സെന്റർ. ഇതാണ് നമുക്ക് കിട്ടുന്ന വർക്ക്. ഇപ്പം നമ്മളിവിടെ കൊടുത്ത ഹീറ്റിന് കാരണം നമുക്കിവിടെ തെർമൽ എനർജി കൺവേർട്ട് ടു മെക്കാനിക്കൽ എനർജി ആയി മാറി. ഇവിടെ ഈ കമ്പഷൻ നടന്നുകൊണ്ടാണ് എന്ത് ചെയ്ത് പിസ്റ്റൺ അവിടെ നിന്ന് തെറിച്ച് പുറത്തേക്ക് വരുന്നത്. ആ മൂവ്മെന്റിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്?
വർക്ക് കിട്ടുന്നത്. ഓക്കെ, സോ പിസ്റ്റൺ മൂവ്സ് ഫ്രം ടോപ്പ് ഡെഡ് സെന്റർ ടു ബോട്ടം ഡെഡ് സെന്റർ. ഡ്യൂറിംഗ് ദിസ് ടൈം ദ ബോത്ത് വാൽവ്സ് റിമെയിൻസ് ക്ലോസ്ഡ്. ഇവിടെ ബോട്ടം ഡെഡ് സെന്റർ എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കും. ഇവിടെ കാര്യമായിട്ട് നമുക്ക് പറയാനില്ല. പിസ്റ്റൺ മൂവ്സ് ഫ്രം ടോപ്പ് ഡെഡ് സെന്റർ ടു ബോട്ടം ഡെഡ് സെന്റർ, ബോത്ത് വാൽവ് റിമെയിൻസ് ക്ലോസ്ഡ്. So before reaching to the bottom dead center, the exhaust valve get opened. Okay, ഇനി എന്താണ് നടക്കാൻ പോകുന്ന? എക്സോസ്റ്റ് പ്രോസസ് ആണ്, എക്സോസ്റ്റ് സ്ട്രോക്ക് ആണ്. എക്സോസ്റ്റ് സ്ട്രോക്കിനകത്ത് എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് കത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ബേൺഡ് പ്രോഡക്റ്റ് ആയി മാറി. ആ ബേൺഡ് പ്രോഡക്റ്റ് സിലിണ്ടർ ഉള്ളിൽ നിന്ന് പുറത്ത് കളയണം. ആ പുറത്ത് കളയുന്നത് എക്സോസ്റ്റ് വാൽവ് വഴിയാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദ പിസ്റ്റൺ മൂവ്സ് ഫ്രം ബോട്ടം ഡെഡ് സെന്റർ ടു ടോപ്പ് ഡെഡ് സെന്റർ. The inlet valve get closed and the exhaust valve get opened. So what happens? The burnt charge will escapes through this valve. ടോപ്പ് എത്തി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ടോപ്പിൽ എത്തി കഴിയുമ്പോഴത്തേക്ക് ഈ വാൽവ് ക്ലോസ് ചെയ്യും, അതായത് എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ചെയ്യും, ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്യും. പിസ്റ്റൺ മൂവ്സ് ഫ്രം ടോപ്പ് ഡെഡ് സെന്റർ ടു ബോട്ടം ഡെഡ് സെന്റർ മീൻസ് ദാറ്റ് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്യും, അതിനകത്ത് വഴി ഫ്രഷ് ചാർജ് കയറി വരും. വീണ്ടും ഈ സൈക്കിൾ 1 by 1 ആയിട്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, നടന്നുകൊണ്ടിരിക്കും. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമ്മൾ വർക്കിംഗ് സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു എഞ്ചിന്റെ 4 സ്ട്രോക്ക് എഞ്ചിന്റെ വർക്ക്, പെട്രോൾ എഞ്ചിന്റെ വർക്കിംഗ് പറയുന്നത്. ക്ലിയർ? സോ സക്ഷൻ സ്ട്രോക്ക്. Once again, piston moves from top dead center to bottom dead center. You can see that visual over here. എന്താ സംഭവിക്കുന്നത് എന്നുള്ള സക്ഷൻ സ്ട്രോക്ക് ആണ് നടക്കേണ്ടത്. ഫ്രഷ് ചാർജ് കയറി വരുന്നുണ്ടോ? ബ്ലൂ കളർ ആണ് ഫ്രഷ് ചാർജ് എന്ന് മീൻ ചെയ്യുന്നത്, അതായത് എയർ പ്ലസ് ഫ്യൂവൽ മിക്സ്ചർ ആണ് നമ്മൾ ഇവിടെ ഫ്രഷ് ചാർജ് ആയിട്ട് മിക്സ് ചെയ്യുന്നത്. ഓക്കെ, സോ piston moves from top dead center to bottom dead center. Inlet valve get opened and exhaust valve remains closed. Exhaust valve closed ആണ് ആ സമയത്ത്. Then air plus fuel mixture is sucked into the engine cylinder. ആ ബ്ലൂ കളറിലുള്ളതാണ് എയർ പ്ലസ് ഫ്യൂൽ മിക്സ്ചർ, അത് സക്ക് ചെയ്തെടുത്തു. The exhaust valve remains closed during this process. Is it okay? ഫസ്റ്റ് സ്ട്രോക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ. ക്ലിയർ ആണല്ലോ ഈ പൊസിഷനിൽ? ഓക്കെ, then compression stroke. What happens? ഇതെല്ലാം നോക്കി കഴിഞ്ഞാൽ ആ ബ്ലൂ കളർ പിന്നീട് അങ്ങോട്ട് വേറെ കളറായി മാറുന്നുണ്ട്. സോ നൗ ദിസ് സക്ഷൻ സ്ട്രോക്ക് എടുത്തു കംപ്രസ് ചെയ്യാൻ തുടങ്ങി. കണ്ടോ? ഇതാണ് കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്. സോ എയർ പ്ലസ് ഫ്യൂൽ മിക്സ്ചർ ഈസ് കംപ്രസ്ഡ് അറ്റ് ദ ആസ് ദ പിസ്റ്റൺ മൂവ്സ് ഫ്രം BDC ടു TDC. BDCയിൽ നിന്ന് TDCയിലേക്ക് മൂന്നിനനുസരിച്ച് എന്ത് ചെയ്യും? ആ ഫ്രഷ് എയറിനെ അല്ലെങ്കിൽ എയർ പ്ലസ് ഫ്യൂൽ മിക്സ്ചറിനെ നമ്മൾ എന്ത് ചെയ്യും? കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? എൻഡിൽ just before the end of the stroke, the spark plug initiate the spark. Just before reaching to the top dead center, the spark plug will initiate the spark. The combustion takes place at a constant volume. ഇത് ഓർമ്മയുണ്ട് എന്താണെന്ന്? നമ്മൾ ഓട്ടോ സൈക്കിൾ പഠിച്ചപ്പോഴത്തേക്ക് ഹീറ്റ് അഡിഷൻ പ്രോസസ് എങ്ങനെ നടക്കുന്ന പറഞ്ഞിരുന്നത്? കോൺസ്റ്റന്റ് വോളിയത്തിൽ. സോ combustion takes place at a constant volume. Heat addition process takes place at a constant volume. So both inlet and exhaust valve remains closed during this process. Clear? Yes. Then expansion or working stroke. As a result of the combustion, the piston moves away from the top dead center, means that we are getting the work. Okay. So as the fuel mixture burns, hot gases are produced with the which drives the piston towards the bottom dead center, and thus work is done. Both the valves remains closed during this stroke. രണ്ട് വാൽവും ക്ലോസ്ഡ് ആയിരിക്കും ഈ സമയത്ത്. സോ വി ഹാവ് ദ ബേൺഡ് ചാർജ് ഇൻസൈഡ്, അത് നമ്മൾ പുറത്ത് കളയണം. സോ ദാറ്റ് ഈസ് കോൾഡ് എക്സോസ്റ്റ് സ്ട്രോക്ക്. സോ ദ റിമൂവൽ ഓഫ് ദ ബേൺഡ് ഗ്യാസ് ഈസ് അക്കംപ്ലിഷ്ഡ് ഡ്യൂറിംഗ് ദിസ് സ്ട്രോക്ക്. ദ പിസ്റ്റൺ മൂവ്സ് ഫ്രം ബോട്ടം ഡെഡ് സെന്റർ ടു ടോപ്പ് ഡെഡ് സെന്റർ. ബോട്ടം ഡെഡ് സെന്ററിൽ നിന്ന് ടോപ്പിലേക്ക് മൂവ് ചെയ്യും. ആൻഡ് ദ എക്സോസ്റ്റ് ഗ്യാസ് ആർ ഡ്രിവൺ ഔട്ട് ഫ്രം ദ സിലിണ്ടർ. സോ അത് എക്സോസ്റ്റ് വാൽവ് വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. സോ ഡ്യൂറിംഗ് ദ എക്സോസ്റ്റ് വാൽവ് റിമെയിൻസ് During this, exhaust valve remains open and the inlet valve remains closed. Inlet valve closed ആയിരിക്കും, exhaust valve open ആയിരിക്കും. By this one, the cycle is completed. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും ഈ ഒരു എക്സോസ്റ്റ് പ്രോസസ് നമ്മൾ കഴിയുമ്പോഴത്തേക്കും. സോ I will explain one by one what happens inside the cylinder. Okay. Here, suction stroke,
compression and heat addition, expansion and exhaust. Suction, compression, heat addition, expansion, exhaust. Clear? Thus way the 4-stroke engine completes its cycle. Clear ആയോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത് വർക്കിംഗ് ചെയ്യുന്നത്? No, sir. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളായിരിക്കും ഞാൻ എക്സാമിനായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇന്നുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പം 4-stroke എഞ്ചിന്റെ വർക്കിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചു ചോദിച്ചാലും പറയാൻ പറ്റണം. ഓക്കെ, സോ ഐ വിൽ ഷോ എ വീഡിയോ. ഇതാണ് 4 സ്ട്രോക്സ് എന്ന് പറയുന്നത്, ഇൻലെറ്റ് എക്സോസ്റ്റ് വാൽവിന്റെ സ്ട്രോക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കുക, പറയാം, ഇല്ലെങ്കിൽ പറയണം കേട്ടോ. വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ? Yes, sir. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല? ഇല്ല സർ. ഓക്കെ, വെയിറ്റ്. കാണാൻ പറ്റുന്നുണ്ടോ? യെസ് സർ. ഓക്കെ, സോ വർക്കിംഗ് ഓഫ് 4-stroke പെട്രോൾ എഞ്ചിൻ, അത് ഓരോന്ന് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് so here this is the inlet valve, exhaust valve, spark plug provided over here, and this is the cylinder, piston, connecting rod, crankshaft all over here. Okay, top dead center, here it comes the bottom dead center. ഓരോന്ന് എന്താണെന്നാണ് പറയുന്നത്. സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് വരുന്നത് എയർ പ്ലസ് ഫ്യൂവൽ ആണ്. സോ എയർ ഇതുവഴി ഇവിടെ വരും, ഫ്യൂവൽ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിനകത്തേക്ക് വരുന്നത് എയർ പ്ലസ് ഫ്യൂവൽ ആയിട്ട് കയറി. അതാണ് പെട്രോൾ എഞ്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എയറും ഫ്യൂവലും കൂടെ കയറിയാണ് വരുന്നത്. അതേപോലെ തന്നെ കമ്പസ്റ്റൻ പ്രോസസ് കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. ഇൻടേക്ക് സ്ട്രോക്ക് എന്താണ്? During intake stroke, the intake valve opens. Inlet valve opens to allow the air fuel mixture using the cam and follower mechanism. അതൊക്കെ വിട്ടേക്ക്. During the intake stroke, the intake valve opens and allows the air fuel mixture into the cylinder. So during this stroke, what happens is the piston sucks the air fuel mixture from the carburetor or the fuel injector into the cylinder. So carburetor എന്ന് വെച്ച് കഴിഞ്ഞാൽ device which contains the air and fuel, അതാണ് carburetor എന്ന് പറയുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ എയർ സെപ്പറേറ്റ് വരും, ഫ്യൂവൽ ഇഞ്ചക്ടർ വേറെ ഉണ്ടാവും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് എയർ പ്ലസ് ഫ്യൂവൽ ആയിട്ട് കയറി വരിക. ഓക്കെ, then compression stroke, what happens, the burned gas, the taken gas അല്ലെങ്കിൽ ഇതിനകത്ത് വന്ന എയർ ഫ്യൂൽ മിക്സ്ചറിനെ നമ്മൾ എന്ത് ചെയ്യും, കംപ്രസ് ചെയ്യാൻ പോവാണ്. പിസ്റ്റന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ബോട്ടം ഡെഡ് സെന്റർ ടു ടോപ്പ് ഡെഡ് സെന്റർ ആണ്. സോ ഇറ്റ്സ് പ്രഷർ ടെമ്പറേച്ചർ ഇൻക്രീസസ്. Both valve remains closed and allows the piston to compress the air fuel mixture inside the engine cylinder.
air fuel mixture നമ്മൾ compress ചെയ്യും. So before reaching to the top dead center, we are providing the spark for igniting the air fuel mixture. ഇത് ടോപ്പ് ഡെഡ് സെന്ററിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? സ്പാർക്ക് പ്ലഗ് വഴി സ്പാർക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് എയർ ഫ്യൂൽ മിക്സ്ചറിന് ബേൺ ചെയ്യിക്കും. This spark will burns the mixture. Then we are getting the expansion of the power stroke or the working stroke. So this way the explosion takes place. Piston in the top dead and the bottom dead center go, both valve remains closed during this process, during this stroke. Then we have the final stroke called the exhaust stroke. The exhaust valve get open and the burned gas will escape from the cylinder. Apply it once again for your complete reference. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അതിന്റെ പി വി ഡയഗ്രാം കൂടെ വരച്ചിട്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത്. നമുക്ക് ഓൾറെഡി പി വി ഡയഗ്രാം എന്താണെന്ന് അറിയാം. ഓക്കെ. അപ്പൊ അതിനകത്ത് നമ്മൾ ഓൾറെഡി എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസിനകത്ത് പി വി ഡയഗ്രാം വെച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ചെറിയൊരു ഡിഫറൻസും കൂടെ ഉണ്ട് ഇതിനകത്ത് വരുന്നത്. ഓട്ടോ സൈക്കിളിന്റെ കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് പക്ഷെ നമ്മൾ പഠിക്കുന്ന സൈക്കിളിനകത്ത് ഇപ്പം പഠിച്ച സൈക്കിളിനകത്ത് ദ വർക്കിംഗ് ഫ്ലൂയിഡ് ഇസ് റീപ്ലേസിങ് അല്ലെ. ഓരോ ടൈമിലും വർക്കിംഗ് ഫ്ലൂയിഡ് പുതിയതായിട്ട് എടുത്തിട്ട് അതിനെ ബേൺ ചെയ്ത് പുറത്ത് കളയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് സൈക്കിൾ ഇസ് സംതിങ് ഡിഫറെന്റ്. പക്ഷെ കോൺസ്റ്റന്റ് വോളിയത്തിൽ തന്നെ ഹീറ്റ് ആഡ് ചെയ്യുന്നത്. ഹിയർ ഇറ്റ് ഈസ് ഹീറ്റ് അഡീഷൻ പ്രോസസ്. ഇവിടെയാണ് ഹീറ്റ് ആഡ് ചെയ്യുന്ന പ്രോസസ്സ് വരുന്നത്. ഇവിടെയാണ് ഹീറ്റ് റിജക്ഷൻ വരുന്നത്. ഇനി ഓരോ 4 സ്ട്രോക്സ് എങ്ങനെയാണ് ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് സെക്ഷൻ സ്ട്രോക്ക് പറയുമ്പോഴത്തേക്ക് പി വി ഡയഗ്രത്തിനകത്ത് ഇതാണ് ആ പ്രോസസ് ലൈൻ ഇതാണെന്ന് നിങ്ങൾ പറയണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ആദ്യം നിങ്ങൾ ഈ ഡയഗ്രാം കൂടെ നിങ്ങൾ 4 ഓൾറെഡി സെക്ഷൻ സ്ട്രോക്ക് കംപ്രഷൻ എക്സ്പാൻഷൻ എക്സോസ്റ്റ് വരയ്ക്കുന്നതിന് കൂടെ തന്നെ ഇതും കൂടെ വരച്ചിട്ടേക്കണം. ഓക്കെ. സോ വർക്കിംഗ് ബേസ്ഡ് ഓൺ ഓട്ടോ സൈക്കിൾ ആണെന്ന് അറിയാം. എങ്ങനെയാണ് സംഭവിക്കുന്നത്? Homogeneous mixture of air is petrol supplied to the engine cylinder during the suction stroke. Okay. Then required proportion of the air fuel mixture is provided by the carburetor. The fuel air mixture compressed during the compression stroke. Towards the end of the compression, fuel is ignited by means of the spark. As a result, combustion takes place. Gas expands doing work on the piston. ഇതാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഒറ്റ സെന്റൻസുകളിൽ പറയാൻ പറ്റുവാണെങ്കിൽ ഇത്രയും വെച്ചിട്ട് പറഞ്ഞാൽ നമ്മുടെ പെട്രോൾ എഞ്ചിന്റെ വർക്കിംഗ് തീരും. അതാണ് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ എന്ന് പറയുന്നത്. ഇനി ഓരോന്നും എന്താണെന്ന് നമ്മൾ പറയാൻ പോവാണ്. സോ
സോ സക്ഷൻ സ്ട്രോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റന്റെ മൂവ്മെന്റ് ഇവിടെ വെച്ചാണ് ഞാൻ പറയുന്നത്. സോ ദിസ് ഇസ് എ ടോപ്പ് ഡെഡ് സെന്റർ, ദിസ് ഇസ് എ ബോട്ടം ഡെഡ് സെന്റർ. സോ ഇനിഷ്യൽ സ്ട്രോക്ക് എന്ന് പറയുന്നത് 5 to 1 ആണ്. പിസ്റ്റൻ മൂവ്സ് ഫ്രം top dead center to bottom dead center. Suction stroke is represented by the line 5 to 1. Then bottom dead center എത്തിക്കഴിഞ്ഞാൽ 1 to 2, അതായത് കംപ്രഷൻ സ്ട്രോക്ക് ആണ്. The air plus fuel mixture is being compressed. കംപ്രസ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? As the compression takes place, its pressure increases and temperature increases. This is represented by the process 1 to 2 in the PV diagram. 1 to 2 is the compression stroke. Then before reaching to the top dead center, the spark plug will provide the spark and initiate the combustion process, and the complete combustion takes place at a constant volume. So ഈ പൊസിഷനിൽ പിസ്റ്റൺ അവിടെ തന്നെ, തിയററ്റിക്കലി പിസ്റ്റൺ അവിടെ തന്നെ ആയിരിക്കണം നിൽക്കുന്നത്, എന്നാൽ മാത്രമേ നമുക്ക് കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് ആഡ് ചെയ്യാൻ പറ്റൂ. സോ 2 to 3 is the heat addition process. Then the expansion process takes place. As a result of this combustion, the gas will expand and provides the work out. From 3 to 4 is the expansion stroke. Expansion stroke എഴുതുമ്പോഴത്തേക്ക് the line representing PV in the PV diagram is 3 and 4. Represent the expansion process. Then when it reaches to the bottom dead center, the heat rejection takes place. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഹീറ്റ് റിജക്ട് ചെയ്യുന്നത്, അതിനകത്തുനിന്നുള്ള കംപ്ലീറ്റ് ഹീറ്റും റിജക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടേക്സ് പ്ലേസ് ആറ്റ് സോൾസ് ഇൻ ദ കോൺസ്റ്റന്റ് വോളിയം. ഇവിടെ ഹീറ്റ് റിജക്ഷൻ നടക്കുന്നു കോൺസ്റ്റന്റ് വോളിയത്തിലായിട്ട്. ദെൻ വി ഹാവ് ദ എക്സോസ്റ്റ് സ്ട്രോക്ക്. എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോട്ടം ഡെഡ് സെന്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെന്ററിലേക്ക് പിസ്റ്റൺ മൂവ് ചെയ്യും, എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കും. സോ ദ പ്രോസസ് 1 to 5 represents the exhaust stroke in the PV diagram. Clear ആയോ? Yes, sir. ഇത്രയും കാര്യങ്ങളോടെ പറയുമ്പോൾ മാത്രമേ വർക്കിംഗ് ഓഫ് 4-stroke പെട്രോൾ എഞ്ചിന്റെ പ്രോസസ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പം വിത്ത് നീറ്റ് സ്കെച്ച് ഓഫ് ഫിഗേഴ്സ് ആൻഡ് PV ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് 4-stroke എഞ്ചിൻ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ക്ലിയർ? ഇത് ഞാൻ ഒന്നും കൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. No, sir. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അതർവൈസ് വി ക്യാൻ സ്റ്റോപ്പ്.